ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ECV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ 1 മണിക്കൂർ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം പോകുന്നത്. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത, എന്തുകൊണ്ടാണ് വന്ധ്യത ഉണ്ടാകുന്നത്, അത് എങ്ങനെ തിരിച്ചറിയാം, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഏർലി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആരോഗ്യകരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ, ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിലുള്ള പുനർജീനി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. ഡോക്ടറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പം 2 ദിവസം കഴിയുമ്പോൾ ഈസ്റ്റർ വരാൻ പോവുകയാണ്. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. അപ്പോൾ അതൊക്കെ ചേർത്തൊരു ഈസ്റ്ററിൻ്റെ നല്ല ദിവസങ്ങൾ നമ്മളെ ഉടനെ തേടിയെത്താൻ പോവാണ്. അപ്പോൾ അതിനുള്ള ഒരു നല്ല കാത്തിരിപ്പിൻ്റെ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് വിളിക്കാവുന്നതാണ്. TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഡോക്ടർ സ്വീറ്റിയോട് നേരിട്ട് തന്നെ വന്ധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വന്ധ്യത മാത്രമല്ല, നിങ്ങൾക്ക് ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോക്ടറോട് ലൈവായിട്ട് തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം അല്ലേ ഡോക്ടർ? ആദ്യം ഡോക്ടറിന് ഫസ്റ്റ് ഇന്നത്തെ ഇമ്പോർട്ടൻസ്, ഗുഡ് ഫ്രൈഡേ. എനിക്ക് മലയാളത്തിൽ പറയാൻ ആ വേർഡേ ഇഷ്ടമല്ല, ദുഃഖം വെള്ളിയാഴ്ച. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ദുഃഖം. ഐ ഓൾവേസ് ഫീൽ ഗുഡ് ഫ്രൈഡേ വാസ് എ കറക്റ്റ് വേർഡ് ഗിവൺ ബൈ ദി യൂറോപ്യൻസ്, റൈറ്റ്? സോ ഗുഡ് ഫ്രൈഡേ ആണത്. ബിക്കോസ് നെക്സ്റ്റ് ദ തേർഡ് ഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി ദ റിസറക്ഷൻ. അതായത് ഒരു ദിവസം നല്ലത് വീണാലും മൂന്നാമത്തെ ദിവസം വീഴ്ത്തിയാലും മൂന്നാമത്തെ ദിവസം താനേ അത് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ബിഗ് ഒരു സന്ദേശം, എ മെസ്സേജ്. ഇറ്റ്സ് എ മെസ്സയ്യ ഗിവിങ് എ മെസ്സേജ് ലൈക്ക് എനി ഡേ ഈവിൾ വിൽ ബിക്കം സ്ട്രോങ്ങർ, ബട്ട് ദ തേർഡ് ഡേ, 3 ദിവസമേ സമയം കൊടുത്തിട്ടുള്ളൂ. ദ തേർഡ് ഡേ ഗുഡ് വിൽ റൂൾ ഓവർ ദി ഈവിൾ. അതാണ് ദൈവം നമുക്ക് തന്ന മെസ്സേജ്. സോ വി ഹാവ് ടു ബി ഷുവർ. നമ്മളും ഇത് ജീവിതത്തിൽ എടുക്കേണ്ട സന്ദേശം എന്ന് വെച്ചാൽ നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇന്ന് ദുഃഖം, പക്ഷേ മൂന്നാമത്തെ ദിവസം സന്തോഷമാണ്. തിരിച്ചെഴുന്നേൽക്കുന്ന ഒരു ഈസ്റ്ററാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ മൈ അഡ്വാൻസ് വിഷസ് ടു എവ്രിബഡി ഇൻ കേരള ആൻഡ് എവ്രിബഡി ഓൾ ഓവർ ഇന്ത്യ ഹു ആൻഡ് എവ്രി ഇന്ത്യൻ very Good Friday wishes and a very happy Easter, which is going to be celebrated very beautifully all over the world. അത് യൂറോപ്പ് ആ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കാണുമ്പോൾ അത് ഭയങ്കര രസകരമായിട്ട് അവർ കുറേ നാൾ മുമ്പേ തുടങ്ങും ഈസ്റ്റർ എഗ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. സോ ദേ ഹാവ് അവരുടെ ഒരു വലിയൊരു രസകരമായ ഒരു സംഭവമാണിത്. അതെന്നെ ചുറ്റി കൊച്ചു കഥകളും ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു തരുമ്പോൾ പിന്നെ വലുതായപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ വലുതായി വരുമ്പോൾ ജീവിതം നമ്മൾ കണ്ടുവരുമ്പോൾ മനസ്സിലാവുന്ന ഏത് നല്ലതിനെ ഒരു ദിവസം ആളുകൾ വീഴ്ത്തും. ഇതുപോലെയാണ്. ജസ്റ്റ് ലൈക്ക് when God tried to tell something good, or the Messiah tried to tell something good, പുള്ളിയും വീഴ്ത്തി. ബട്ട് വാട്ട് ഹാപ്പൻ? തേർഡ് ഡേക്ക് മുകളിൽ അവർക്ക് മോശത്തിന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളും. സോ ഇന്ന് ഒരു ദുഃഖം, ബട്ട് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കോൺസ്റ്റൻറ്റ്. ഇന്ന് ഒരു നല്ലത്, ഈവൻ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കോൺസ്റ്റൻറ്റ്. സോ നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഒന്നിനെക്കുറിച്ചും ഓവറായിട്ട് സന്തോഷിക്കുകയും വേണ്ട, ഒന്നിനെക്കുറിച്ച് ഓവറായിട്ട് നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്, നോട്ട് ഈവൻ യുവർ പ്രോബ്ലംസ് എന്ന് പറയും. ഇന്ന് ഈ പ്രോബ്ലം വരും, 4ാമത്തെ ദിവസം അത് പ്രോബ്ലമേ അല്ലാന്ന് തോന്നും. അതിനേക്കാൾ വലിയൊരു പ്രോബ്ലം വരുമ്പോൾ അതൊരു വലിയ കാര്യമല്ല, ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. So this is how life goes on. So it's a roller coaster ride. Up and down should be there. Otherwise ഒരു രസമേ ഉണ്ടാവില്ല. Why should we live എന്ന് തോന്നുന്നു. എല്ലാം സ്വീറ്റ് ആൻഡ് സൗണ്ടായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ചാലഞ്ചസ് ഇല്ല ലൈഫിൽ. വി വോണ്ട് ഫീൽ. ദാറ്റ്സ് ഹൗ കുറേ യൂറോപ്പിലുള്ള ഹിപ്പീസ് ആയിട്ടൊക്കെ മാറുന്ന കുറേ ചിൽഡ്രൻ, ബിക്കോസ് ദേ ഹവ് ഗോട്ട് എവറിത്തിങ്. ഇനി അവർക്ക് ചാലഞ്ച് ഇല്ല ലൈഫിൽ. ദേ ഹാവ് ഇനഫ് മണി, എവറിത്തിങ്. പാരൻസിൻ്റെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, ഹിപ്പി ആയിട്ട് നടക്കുക. സോ ദാറ്റ് വാസ് ദ കൾച്ചർ, ഹിപ്പി കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. വാട്ട് ടു അച്ചീവ്
ഇനി എന്താ എനിക്ക് നേടാൻ? ഒന്നുമില്ല. സോ ദേ ഹവ് ഗോട്ട് എവറിത്തിങ്. അങ്ങനെയല്ല, വി ഷുഡ് ഹാവ് ചാലഞ്ചസ്. ഇന്ന് മോശം വരണം, എന്നാലേ ആ മോശത്തിനെ നന്നാക്കാൻ നമ്മൾ 3 ദിവസം വിൽ തിങ്ക്, ആൻഡ് ദ തേർഡ് ഡേ ഇറ്റ് വിൽ ബി യെസ് ഓഫ് കോഴ്സ് ദ റിസറക്ഷൻ, വി വിൽ റൈസ് ഫ്രം അവർ ആഷസ് ലൈക്ക് ഫിനിക്സ്. സോ അതുപോലെ ആണ് ഈസ്റ്റർ. ദി ലോർഡ് ക്രൈസ്റ്റ്, ഹി റോസ് ഫ്രം ദി ഗ്രേവ്. സോ ഇറ്റ് അപ്ലൈസ് ടു ഹ്യൂമൻസ് ഓൾസോ. നിങ്ങൾ എവിടെ വീണ് പോയാലും സ്വയം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വിശ്വാസവും വേണം. സ്വയം മുകളിലുള്ള ആളിനോടും നമ്മുടെ ദൈവത്തിനെയും അതുപോലെ വിശ്വസിക്കണം. ഞാൻ ശ്രമിക്കുമ്പോൾ എന്നെ മുകളിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ദൈവവും എന്നോടൊപ്പം ശ്രമിക്കും. ബട്ട് യു ഷുഡ് പുട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ, റൈറ്റ്? സോ ഡോണ്ട് തിങ്ക് ദാറ്റ് എനിത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്. ദുഃഖങ്ങളും കോൺസ്റ്റൻ്റ് അല്ല, സന്തോഷങ്ങളും ചിലപ്പോൾ കോൺസ്റ്റൻ്റ് അല്ല. 3-ാമത്തെ ദിവസം യു വിൽ ഗെറ്റ് സംതിങ് ടു തിങ്ക് അബൌട്ട്, ഓർ സംതിങ് വിച്ച് ഈസ് ഗോയിങ് ടു ഹാവ് എ പ്രോബ്ലം ഓൺ യു. സോ ഡോണ്ട് ബോദർ അബൌട്ട് ബോത്ത്. ഇതൊന്നും നമുക്ക് വിഷയമല്ല. അതേപോലെ ഐ ക്യാൻ കോട്ട് ഭഗവത്ഗീത ഓൾസോ ഹിയർ. മാൻ, സമ്മാൻ, അപമാൻ, ഈ 3ഉം ഷുഡ് നോട്ട് എഫക്റ്റ് യു. വലുതായിട്ട് ആരെങ്കിലും പൊക്കി പറഞ്ഞാലും ഡോണ്ട് ഗെറ്റ്. ആരെങ്കിലും ഒരാൾ വളരെ നല്ലതാണെങ്കിൽ മനസ്സാരെ പറഞ്ഞാലും ഓക്കെ, ടേക്ക് ഇറ്റ് ഇൻ യുവർ സ്ട്രൈഡ് ആൻഡ് ജസ്റ്റ് നല്ല കാര്യം, ലെറ്റ് മീ ഗോ ഓൺ, നല്ലത് കൂടുതൽ ചെയ്തു പോവാം. എത്രയും നല്ലത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിന് വേണ്ടി. നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്തൊന്നുമില്ല, ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ലത് തന്നെ മാക്സിമം പറ്റുന്നിടത്തോളം. അപമാൻ, മോശം പറയാനായിരിക്കും കൂടുതൽ പേരും, എസ്പെഷ്യലി ഇൻ കേരള. വെൻ യു സ്റ്റാർട്ട് സംതിങ് യു വിൽ ഗെറ്റ് more and more of abhaman, more. So that also, Om Ignoraya Namaha. That is the latest slogan. So that is it. That is how life goes. So very, very happy Easter to come, and a good Friday wishes to everyone. And live a happy life. Don't bother what everybody else tells about you. Be an unapologetic you. That is all. ആരെടുത്ത് ക്ഷമ ചോദിക്കേണ്ടാത്ത ശരിയായ പാതയിൽ പോകുന്ന നിങ്ങൾ. ദാറ്റ് ഈസ് യു. സോ ദാറ്റ് ഷുഡ് ബി എവറിബഡി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ലെസ് ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറയാം. ഒരു സാധാരണഗതിയിൽ നടക്കുന്ന ഒരു സംഭവം. പണ്ടത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രയത്നമില്ലാത്ത, ഒരു ഇഫേർട്ട് വേണ്ടാത്ത നോർമൽ പ്രോസസ്സ് എന്ന ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. വാട്ട്, കല്യാണം കഴിക്കും, വിതിൻ 1 year കുട്ടികളുണ്ടാവും. ദിസ് ഈസ് എ പ്രോസസ് വിച്ച് വാസ് തോട്ട് ടു ബി എ നോർമൽ പ്രോസസ്. അത് അതിൻ്റെ പാട്ടിന് നടന്നോളും. ഇപ്പോഴല്ലെങ്കിൽ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കല്യാണം കഴിച്ച ഉടനെ അറിയാം, ഓക്കെ, 1 വർഷത്തിനകത്ത് അടുത്ത ഒരു കുഞ്ഞാവും, 1-2 വർഷം കഴിയുമ്പോൾ അടുത്തൊരു കുഞ്ഞാവും. സോ മേ ബി 2 വിൽ ബി ദ മാക്സിമം. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, 3-4 അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 16 പോയിട്ടുള്ളത് പഴയ കാലം. സോ ഇറ്റ് ഓൾ ഹാപ്പൻഡ്. അപ്പോൾ അത്രയും ഫെർട്ടിലിറ്റി ഉള്ള നാട് തന്നെ ആയിരുന്നു നമ്മുടെ നാടും. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഈ കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് തന്നെ ഹാസ് ബിക്കം ഒരു വലിയ പ്രശ്നമാണ് അല്ലേ, ഉണ്ടാകുന്നില്ല കുഞ്ഞുങ്ങളെന്നുള്ളത്. അത് ഹാസ് ബിക്കം എൻ ഇഫേർട്ട് ഉള്ള ഒരു ജോബായിട്ട് മാറിയിരിക്കുകയാണ്. സോ കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നൗ ഹാസ് ബിക്കം എ പ്രോബ്ലം. സോ ഈ പ്രോബ്ലം ഒരു 15 വർഷം മുമ്പ് ഇത്രയും ഭൂതാകരമായിട്ടില്ലായിരുന്നല്ലോ. ഇറ്റ് വാസ് നോട്ട് ദിസ് മെഗാ പ്രോബ്ലം ആയിരുന്നില്ലല്ലോ. സോ വൈ നൗ? വൈ ദിസ് 15 years brought this change? Maybe I can say 20 years, 2000 plus years, 2000 കിഡ്സിലാണ് കൂടുതൽ ഇറ്റ്സ് കമ്മിങ് അപ്പ്. സോ ഇറ്റ് ഷുഡ് ബി 25, around 20 years ഓഫ് ഇൻഫെർട്ടിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഹയർ ലെവൽ ഓഫ് ഇത്. എന്തുകൊണ്ടാണ്? സോ അതിനെ കുറച്ചും കൂടെ നന്നായിട്ട് ഉപയോഗിക്കാനും പലർക്കും പറ്റുന്നുണ്ട്. ഒരു കുട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ഇപ്പോൾ ചിലരൊക്കെ അവരുടെ പൈസ, അവരുടെ ഉണ്ടാക്കുന്ന ഇൻകം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് തന്നെ ഒരു കുഞ്ഞിന് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി. പണ്ട് കുഞ്ഞുങ്ങളുണ്ടായി അവർക്ക് നല്ല ഒരു ലൈഫ് കൊടുക്കാൻ, ജീവിക്കാൻ. സോ ഗിവ് എ ഗുഡ് ലൈഫ് ടു ദ ചിൽഡ്രൻ, ദേ യൂസ് ടു സ്പെൻഡ് മണി, ദേ യൂസ് ടു ഏൺ ആൻഡ് സ്പെൻഡ് ഓൺ ദെയർ ചിൽഡ്രൻ ഫോർ ഗുഡ് എഡ്യൂക്കേഷൻ, ഫോർ ദെയർ ഗുഡ് ലൈഫ്, അങ്ങനെയൊക്കെ. നൗ ടു ഗെറ്റ് എ ചൈൽഡ് ഇറ്റ് സെൽഫ് ഹാസ് ബിക്കം എ സ്പെൻഡിങ് പ്രോസസ്സായി മാറി. ബാക്കിയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നമൊക്കെ നമുക്ക് വയ്ക്കാം. ഇതിൻ്റെ ഇടയിൽ 3 രൂപ കൊടുത്ത് വേണം നമുക്കൊരു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കിട്ടാൻ. അത് എഗെയിൻ ആൻഡ് എഗെയിൻ ഇത്രയും ഒരു ഇമോഷണൽ പ്രോബ്ലം ആൻഡ് ടെർമോയിൽ ഒരു ആണും പെണ്ണും ഫേസ് ചെയ്യണത് ലൈഫിൽ ഞാൻ കാണുന്നത് ഈ ഒരു അവസ്ഥയിൽ മാത്രമാണ്. ബാക്കിയെല്ലാം ഐ തിങ്ക് ദേ സംഹൗ മാനേജ്.
പക്ഷേ ഇത് രണ്ടുപേരും ഒരുപോലെ എഫക്റ്റഡ് ആയിട്ട് രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട്, സോ ഇതിൻ്റെ ഇടയിൽ അതുമൊക്കെ ഉണ്ട്. ബ്ലെയിം ഗെയിംസ് ഓൾസോ. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഈ രണ്ട് പേര് വാട്ട് ഓൾ ദേ ആർ അണ്ടർ ഗോയിങ് എന്ന് പറയണത് ഈ രണ്ട് വീട്ടുകാരും ചിലപ്പോൾ ആലോചിക്കില്ല. വീട്ടുകാർ അവർ ഇവരെ ബ്ലെയിം ചെയ്യുക, ഇവർ ആ പെൺകുട്ടിയെ ബ്ലെയിം ചെയ്യുക, അവർ ഈ പയ്യനെ ബ്ലെയിം ചെയ്യുക. സോ when they have come to me, I've seen most of them crying in front of sitting in front of me, both the boy and the girl. I used to feel very, very bad. എത്ര ഈസി ആയിട്ട് എത്ര നോർമലായിട്ട് പോകേണ്ട പ്രോസസ്സ്. സോ വൈ ഈസ് ഇറ്റ് നോട്ട് ഗോയിങ് നോർമൽ ഫോർ ദ പാസ്റ്റ് 20 years ഓർ 15 yearsൽ കുറച്ചും കൂടെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഫസ്റ്റ് തിങ് ആലോചിക്കുക, പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് 15 വർഷത്തിലേക്ക് മാറിയത് എന്തായിരിക്കും? ഇത്രയേറെ ഒരു കുട്ടി ഉണ്ടാവാൻ പ്രയാസമാണ്. അവിടെ നോക്കിയാൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ്, even I have one, so I have to say, so infertility clinics, അവിടെ നോക്കിയാൽ IVF സെൻറ്റേഴ്സ്, ചെറിയ മുക്കിലും മൂലയിലൊക്കെ IVF സെൻറ്റർ എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് സ്പ്രിങ് അപ്പ് ചെയ്യുന്നു. ഫ്രം ദിസ് southern end to the north end of Kerala, everywhere ചെറിയ സ്ഥലം, ഒരു ലാബ് പോലത്തെ സ്ഥലത്ത് പോലും യു ഫൈൻഡ് an IVF clinic where they do IVF. സോ അപ്പോൾ ഇതിൻ്റെ ആവശ്യം അത്രയ്ക്കുണ്ടോ? സോ ഈസ് ദിസ് ദ ട്രീറ്റ്മെൻറ്റ്? ഇത് ഇങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു. എല്ലാവർക്കും അറിയാം ഇപ്പോൾ വാട്ട് ഈസ് ഇൻഫെർട്ടിലിറ്റി, എല്ലാം അറിയാം. 1 വർഷം ഒരുമിച്ച് താമസിച്ചാലും അല്ലെങ്കിൽ 6 മാസം താമസിക്കുക, അല്ലെങ്കിൽ 1 year ഒരുമിച്ച് താമസിക്കുക. പക്ഷേ ഇവിടെ കേരളത്തിൽ പലപ്പോഴും വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ മെൻ വർക്ക് ഇൻ ഗൾഫ് കൺട്രീസ്. പണ്ട് മുതൽ ഇപ്പോഴും കുറച്ച് കൂടുതൽ, ഇപ്പോൾ കൂടുതലും അതർവൈസ് ഇപ്പോൾ അത്രയില്ല, എന്നാലും ഉണ്ട്. ഒരു ലെവലിന് കൂടുതലും മെയിൽസ് ആർ വർക്കിംഗ് അലോൺ വിതൗട്ട് ഫാമിലി ഇൻ ഗൾഫ് കൺട്രീസിൽ. പിന്നെ UK US പോണവർ ദേ ടേക്ക് ദ ഫാമിലി. ഇവിടെ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. സോ ആ ലെവൽ ഓഫ് ഈ ഫാമിലിയെ കൊണ്ട് താമസിക്കുന്നവർ ഇത് കുറച്ചും കൂടെ ഹൈലി കോസ്റ്റ്ലി, അതുകൊണ്ടാണ്. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തന്നെ കേരളത്തിൽ കുറച്ച് ഇൻഫെർട്ടിലിറ്റി റേറ്റ് കൂട്ടാൻ സാധ്യത. കാരണം രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്ന സമയം നമ്മൾ നോക്കുമ്പോൾ അത് തന്നെ കുറവാണ്. പക്ഷേ വർഷങ്ങൾ നോക്കുമ്പോൾ അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം മാരേജ് കഴിഞ്ഞ് ഗൈ ലീവ്സ് ആഫ്റ്റർ 40 days ടു ഹിസ് വർക്ക്. പിന്നെ 2 വർഷം കഴിഞ്ഞ് ലീവിലാണ് വരുന്നത്. അപ്പോൾ വെളിയിൽ നിന്ന് ആളുകൾ നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് 2 വർഷം ഇതുവരെ കുട്ടികളില്ല. സോ ദാറ്റ് ഈസ് നോട്ട് ഇൻഫെർട്ടിലിറ്റി. 1 വർഷം ഒരുമിച്ച് താമസിച്ചിട്ട് കുട്ടികൾ കിട്ടിയില്ലെങ്കിൽ മാത്രമേ, ടെക്സ്റ്റ് ബുക്ക് പോലും പറയുന്നത് അങ്ങനെയാണ്, ദെൻ ഓൺലി ഇറ്റ് ഈസ് കോൾഡ് ഇൻഫെർട്ടിലിറ്റി. അത് വന്ധ്യത. ദറ്റ് ഈസ് ദർ ഈസ് സം പ്രോബ്ലം ഇൻ ഗെറ്റിംഗ് നോർമലി ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് എന്നുള്ളതിൻ്റെ പ്രോബ്ലം നമ്മൾ ചൂസ് ചെയ്യും. സോ ഇതിൽ എപ്പോഴും പോലെ ഉള്ള ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഓൾ ദ ബ്ലെയിം വിൽ ഫസ്റ്റ് ഗോ ടു വുമൺ, female. Yes. Always it is woman or female or the girl is responsible for not getting a child because she has a womb. അതായത് ഗർഭപാത്രം ഉള്ളതുകൊണ്ട്, she has got a uterus, അതുകൊണ്ട് she is the cause for not getting a child inside that എന്നുള്ള പോലെ. So not at all. ഇതിൽ so I will never take a girl alone for any treatment unless she brings her husband. അല്ലെങ്കിൽ എത്രയോ കുട്ടികൾ വരുന്നുണ്ട്, ബട്ട് their husbands are in Gulf. I ask them to take a semen analysis report, minimum semen analysis report from whichever country they are. എല്ലായിടത്തും കാണും. അത് സെമൻ അനാലിസിസ് ചെയ്യാൻ വലിയ എമൗണ്ട് ഒന്നും വേണ്ട. ഇന്ത്യയിൽ ഇറ്റ് ഈസ് ഓൺലി 200-300 rupees. സോ അതുപോലെ അവിടെ അതിനേക്കാളും കുറച്ചും കൂടെ ആവുമായിരിക്കും. ഈവൻ ഇഫ് ഇറ്റ്സ് wherever they are, അവിടെ നിന്ന് അയച്ചു തരാൻ പറയും. സോ ഐ ഷുഡ് ഹാവ് എൻ ഐഡിയ എത്ര പെർസെൻറ്റേജ് ദിസ് മെയിൽ ഇസ് ഹാവിങ് പ്രോബ്ലം, എത്ര പെർസെൻറ്റേജ് ദിസ് ഫീമെയിൽ ഇസ് ഹാവിങ് പ്രോബ്ലം. സോ ദറ്റ് ഈ 2 ഫാമിലീസും വന്ന് എല്ലാം ഒരാളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ പാടില്ല. എസ്പെഷ്യലി woman should I as a woman should stand for another women. Otherwise what is the point? ചുമ്മാ എല്ലാവരും ഇരുന്ന് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണോ, ആ ലേഡിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണോ, ആ ഗേളിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണോ, ഈ കുട്ടിക്ക് ഇങ്ങനെ ഇതാവുന്നില്ല, പീരിയഡ് ആവുന്നില്ല. മേ ബി യെസ്, ഷീ ഈസ് ഓൾസോ ഹാവിങ് 2 major causes. മെയിൻലി കുട്ടികൾ
ഇപ്പോൾ പെൺകുട്ടികളിൽ അധികം പെട്ടെന്ന് കുട്ടികളുണ്ടാവാൻ പറ്റാത്തത്, ഒന്ന്, യു ക്യാൻ സീ ദ വെയ്റ്റ് ഇൻക്രീസ് ഇൻ ദ ഗേൾസ്. ഹൗ മച്ച് വെയ്റ്റ് ദേ ആർ പുട്ടിങ് അപ്പ് നൗ ഡേയ്സ്. കുറച്ച് ആ ഒരു അവയർനെസ്സും കുറവാണ്. വീട്ടുകാരും കുറച്ചൊക്കെ ഈ ഒരു 5, 6, 7 വയസ്സ് തൊട്ടേ കുഞ്ഞിനെ ശ്രദ്ധിക്കണം. പെൺകുട്ടിയെ ഓവർ വെയ്റ്റ് വയ്ക്കാതെ ഫുഡിൻ്റെ രീതി ഒന്ന് മാറ്റണം. അല്ലാതെ ചോക്ലേറ്റ്സ് മാത്രം വാങ്ങിച്ചു കൊടുത്ത്, ചിക്കൻ മാത്രം വാങ്ങിച്ചു കൊടുത്ത്, പൊറോട്ട മാത്രം വാങ്ങിച്ച്, ബീഫും വാങ്ങിച്ചു കൊടുത്ത് ജീവിപ്പിക്കലല്ല ലൈഫ്. പിന്നെ 2025 റണ്ണിങ് അറൗണ്ട് വിത്ത് ദ ചൈൽഡ് ഫോർ എൻ എവറി IVF ക്ലിനിക് ടു IVF ക്ലിനിക്. IVFും അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കുട്ടിയെ കിട്ടുന്ന ഒരു സ്ഥലമല്ല. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? അത് കൊല്ലത്തുനിന്ന് ശ്രീദേവി. ഓക്കെ ചേച്ചി, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി ആണ്. നമ്മളോടൊപ്പം ഡോക്ടറുണ്ട്, ഡോക്ടറോട് സംസാരിച്ചോളൂ. കണ്ടു. യെസ് ശ്രീദേവി. ഹലോ. യെസ് ഹലോ, ശ്രീദേവി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോഴ് മോൾക്ക് കറക്റ്റ് സമയത്ത് പീരിയഡ്സ് ആവുന്നില്ല. 19 വയസ്സുണ്ട്. എത്ര ലേറ്റ് ആവും? എന്തോ? എത്ര ലേറ്റ് ആയിട്ടാ വരുന്നത്? 2 മാസം കൂടുമ്പോഴാവുന്നത്. ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചോ? കാണിച്ച് അപ്പോഴേ അയൺ ടാബ്ലറ്റ്സ് വന്ന്. അപ്പം പിന്നെ വേറെ ഈ പല്ലിനകത്ത് കംപ്ലൈന്റ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള്. ഗൈനക്കിനെ കാണിച്ചു? സ്കാൻ ചെയ്തില്ല? കാണിച്ച് അപ്പൊ നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത്. സ്കാനോ? എന്തോ? സ്കാനൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് കുഴപ്പമില്ല. പക്ഷെ 2 മാസത്തെ ആയിട്ട് പീരീഡ് വരുന്നില്ല. 2 മാസത്തിൽ ഒരിക്കലേ വരുന്നുള്ളൂ. അപ്പൊ എന്തോ കുഴപ്പമുണ്ടല്ലോ. കുഴപ്പമില്ലെങ്കിൽ എല്ലാ മാസവും പീരീഡ് കറക്റ്റ് ആയിട്ട് വരണ്ടേ? അതല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇത് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് ആവത്തില്ല. 2 മാസോ 3 മാസോ ഒക്കെ കൂടുമ്പോഴാവുന്നത്. അതിനെയാണ് നമ്മൾ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ബ്ലഡിന്റെ കുറവുണ്ടാണെന്ന് പറഞ്ഞു. അന്ന് ബ്ലഡ് കറക്റ്റ് ആക്കിയോ? കഴിക്കുന്നുണ്ട്. അല്ല, ബ്ലഡിന്റെ അളവ് കറക്റ്റ് ആക്കാൻ ഇഞ്ചക്ഷൻസോ അങ്ങനെ വല്ലതും എടുത്തു നോക്കി? വളരെ കുറവാണോ? എത്രയാ ഹീമോഗ്ലോബിൻ? 7.5 ഉള്ളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇഞ്ചക്ഷനും മറ്റും എടുക്കേണ്ട സ്റ്റേജാണ്. എടുത്ത് അതിനെ കറക്റ്റ് ചെയ്യേണ്ടി. ഒരു കുട്ടിക്ക് അല്ല, അതന്നെ 8 ആണെങ്കിൽ അതിന്റെ അർത്ഥം അതിന് മാത്രം ബ്ലീഡ് ചെയ്യുന്നുണ്ടെന്നർത്ഥം. പീരീഡ് പോകുന്ന 2 മാസത്തിലേ പീരീഡ് വരുന്നുള്ളൂ. ആ ആൾക്ക് എങ്ങനെ 8 ആവുന്നു? അപ്പോൾ അതിന് മാത്രം ബ്ലീഡിങ് പോകുന്നില്ലേ? അപ്പോൾ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെ ഇത്രയധികം ബ്ലീഡിങ് പോകുന്നെന്ന്? അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഈ 19 വയസ്സായ കുട്ടിക്ക് ഇത്രയും അനീമിക് ആവേണ്ട കാര്യം എന്താ? എന്തുമാത്രം പീരിയഡ് ടൈമിൽ എന്തുമാത്രം പാഡ് മാറ്റുന്നു? എന്തുമാത്രം ഹെവി ബ്ലീഡിങ് പോകുന്നു? ഒരു ദിവസം ഒരു പാക്കറ്റ് ഉപയോഗിക്കും. അയ്യോ, അപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ലേ? ഇത് ഒരു പ്രത്യേകിച്ച് ഒരു കുഴപ്പമല്ലെന്നാണോ പറയണത്? അതാണ് നമ്മൾ ഡെഫിനറ്റ്ലി കുഴപ്പമാണ്. ഒരു ദിവസം ഒരു പാക്കറ്റ് പാഡ് യൂസ് ചെയ്യുന്നു. ആ 19 വയസ്സായ പെൺകുട്ടിക്ക് 13 തൊട്ട് 15 നോർമൽ ഹീമോഗ്ലോബിൻ, പെൺകുട്ടിക്ക് 8 ഉള്ളൂ. 2 മാസത്തിലൊരിക്കലേ പീരീഡ് ആവുന്നുള്ളൂ. ഇത്രയും അനീമിക്കാണ്. പിന്നെയും വരുന്ന ബ്ലീഡിങ് 1 മാസം 2 മാസത്തിൽ കൂടെ വരുന്നത് തന്നെ ഇത്രയും ദിവസം അധികം ബ്ലീഡിങ്ങും ഇത്രയും അധികം പാഡ് യൂസ് ചെയ്യാനും ഉള്ള ബ്ലീഡിങ് ആണ്. സോ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഭാവിയിൽ കുട്ടിക്ക് ദോഷം ചെയ്യും. കാര്യം എന്തെന്ന് നമ്മൾ ഡയഗ്നോസ് കറക്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ പറയാൻ പോണ ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവാത്ത അസുഖത്തിലേക്ക് അത് കൊണ്ട് എത്തിക്കും. സോ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് ഒരു ആൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒപ്പീനിയൻ എടുക്കാം, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം, തേർഡ് ഒപ്പീനിയൻ എടുക്കാം, 2 3 ഡോക്ടേഴ്സിനെ കാണിക്കാം. നമ്മുടെ കുട്ടിയുടെ കാര്യമാണ്, ആ കുട്ടിയുടെ ഭാവിയുടെ കാര്യമാണ്, ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. നാളെ ഒരു കുഞ്ഞുണ്ടായില്ല എന്നുള്ള പഴി കേൾക്കാൻ പോകുന്നത് പെൺകുട്ടിയായിരിക്കും. അതിൻ്റെയൊക്കെ തുടക്കമാണ് ഈ പീരിയഡ് ഇങ്ങനെ വരാതെ പോകുന്നത്. സോ കുറച്ചും കൂടെ ഇത്രയും ഈസി ആയിട്ട് എടുക്കാതെ സീരിയസ് ആയിട്ട് എടുക്കൂ പ്ലീസ്. അമ്മയാണെങ്കിൽ അമ്മ തീർച്ചയായിട്ടും ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ,
അതല്ലെങ്കിൽ വേറെ ഒരാളെ കാണിക്കുക, അല്ലെങ്കിൽ യു ക്യാൻ എനി ടൈം കം ടു മീ, ഐ വിൽ ബി റെഡി ടു ഹെൽപ്പ് യു. ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഒന്നുമേ നോർമലല്ല. ആ ബ്ലീഡിങ് ലെവൽ നോർമലല്ല, അനീമിയ നോർമലല്ല, ഈ 2 മാസത്തിൽ കൂടുതൽ പീരീഡ് വരുന്ന നോർമലല്ല. നോർമൽ എന്ന് പറയുന്നത് 28-30 ദിവസം കൂടുമ്പോൾ കറക്റ്റായിട്ട് പീരീഡ് വന്ന് പോവുക. അതാണ് നോർമലായിട്ട് ഒരു കുട്ടിക്ക് സംഭവിക്കേണ്ടത്. അല്ലെങ്കിൽ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോഴേ ട്രീറ്റ് ചെയ്യാൻ സമയമുണ്ട്, കല്യാണ സമയം വരെ ഇങ്ങനെ കൊണ്ടുപോകാതിരിക്കുക. സോ പ്ലീസ് ടേക്ക് കെയർ, ഇറ്റ്സ് യുവർ ചൈൽഡ്. നിങ്ങളുടെ സ്വന്തം കുഞ്ഞാണ്, നിങ്ങളല്ലാതെ നോക്കാൻ വേറെ ആരും ഇല്ല ആ കുഞ്ഞിനെ. സോ യു ഹാവ് ടു സീ ടു ഹെർ. ഓക്കെ, ഗോഡ് ബ്ലെസ്. ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ശരണ്യ എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു എന്ന് പറയാമോ? എറണാകുളം കടവന്ത്ര. ഓ ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഇന്നത്തെ നമ്മുടെ വിഷയം ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയാണ്. ചോദിച്ചോളൂ കേട്ടോ. യെസ്. ഹലോ. ഹലോ, പറഞ്ഞോളൂ. മാം, എനിക്ക് ഓൾറെഡി PCOD ഉള്ളതാണ്. ഏജ് എത്രയാ? എനിക്കിപ്പോ 30. ഓക്കെ. മാരീഡ് ആണോ? അതെ, മാരീഡ് ആണ്. ഒരു മോളുണ്ട്, 9 വയസ്സുള്ള കുട്ടിയുണ്ട്. ശരി. 3 വയസ്സുള്ളപ്പോഴത്തേക്കും എനിക്കൊന്ന് സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് അബോർഷനായി പോയി. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഈ PCODയുടെ ഒരു പ്രശ്നം ഇതാണ്, PCOD ഉള്ളപ്പോൾ പ്രഗ്നൻസി വരും. അത് വലിയ സിവിയർ സ്റ്റേജിലല്ലെങ്കിൽ പ്രഗ്നൻസി കിട്ടും. പക്ഷേ എഗ്സ് ഹെൽത്തി അല്ലാത്തതുകൊണ്ട് അബോർഷൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു PCODയുടെ പ്രഗ്നൻസിയിൽ PCOD ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ അത് നല്ലൊരു കൺട്രോൾ ഇല്ലാതിരിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ അബോർഷൻ സാധ്യത വളരെ കൂടുതലാണ്. സോ PCOD പ്രഗ്നൻസീസിന് നമ്മൾ കുറച്ച് കൂടുതൽ കെയർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. വെൻ എ PCOD പേഷ്യൻറ്റ് ഗെറ്റ്സ് പ്രഗ്നൻറ്റ്, നമ്മൾ കംപ്ലീറ്റ് ഹോർമോൺ സപ്പോർട്ടൊക്കെ കൊടുത്ത് ആ പ്രഗ്നൻസിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വെളിയിൽ നിന്നും കൂടി സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, ഹോർമോണൽ സപ്പോർട്ട്. കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ശരീരം സ്വയം സപ്പോർട്ട് ചെയ്യേണ്ട അത്രയും സെയിം ബാലൻസിൽ ഇറ്റ് ഇസ് നോട്ട് സപ്പോർട്ടിങ് ദ ബേബി ടു ഗ്രോ. കുട്ടിയെ വളരാനായിട്ട് അത്രയും നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺസ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു സ്ത്രീക്ക് സാധാരണ രീതിയിൽ വേണ്ടത്. ബട്ട് വെളിയിൽ നിന്നുള്ള സപ്പോർട്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ അബോർഷൻ വരുത്താതെ PCODക്കാർ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മളൊക്കെ ഫസ്റ്റ് തന്നെ വിൽ പുട്ട് ദം അണ്ടർ ഹൈ റിസ്ക് പ്രഗ്നൻസി. എന്ന് വെച്ചാൽ ഹൈ റിസ്ക് അല്ലെങ്കിലും ഹൈലി മോണിറ്റേർഡ് പ്രഗ്നൻസി ഇതിൽ വയ്ക്കും. കാര്യം വെച്ചാൽ അബോർഷൻ സാധ്യത കൂടുതലാണെന്നുള്ളതുകൊണ്ട്. സോ ഇപ്പോൾ കുറച്ചും കൂടെ ശരീരഭാരം കൂടിയിട്ടുണ്ടെങ്കിൽ PCOD കുറച്ചും കൂടെ മോഡറേറ്റ് സിവിയർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വെയിറ്റ് ഇപ്പൊ ഫുഡൊക്കെ കൺട്രോൾഡ് ആണ്, പക്ഷെ വെയിറ്റ് നേരത്തെ അപേക്ഷിച്ച്, അതായത് കല്യാണം കഴിഞ്ഞപ്പോഴല്ല, മോളെ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് വെയിറ്റ് കൂടാൻ തുടങ്ങിയത്. അതെ, അത് ഐ തോട്ട് ബിക്കോസ് ഫസ്റ്റ് ചൈൽഡ് ഉണ്ടാവാൻ യു ഡിഡ്ന്റ് ഹാവ് എനി പ്രോബ്ലം അല്ലേ? ഇല്ല, 1 year ആയപ്പോഴത്തേക്കാണ് ആയത്. അത് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ അല്ലേ ആയത്? അതെ അതെ. ദാറ്റ് മീൻസ് ആ സമയത്ത് ചെറുതായിട്ട് PCOD എവിടെയെങ്കിലും കിടന്നിരിക്കും, പക്ഷെ അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് ഉണ്ടായിരുന്നിരിക്കില്ല ബോഡിയിൽ. ബിക്കോസ് യു ഹാവ് കെപ്റ്റ് യുവർ ബോഡി വെയിറ്റ് നോർമൽ. അതുകൊണ്ടാണ് ലക്കിലി യു ഹാഡ് ദ ഫസ്റ്റ് ചൈൽഡ്. അതിനുശേഷം നമ്മുടെ ഈ പ്രസവ ശുശ്രൂഷയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരും. അപ്പോഴത്തേക്കുമാണ് ആക്ച്വൽ PCOD വെയിറ്റ് കൂടിയിട്ട് PCOD വെളിയിൽ യഥാർത്ഥത്തിൽ ബോഡിയിൽ അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ഇംബാലൻസ്, അത് ബാലൻസ് ഇല്ലാതെ ഹോർമോൺ അങ്ങനെ ഇങ്ങനെയും വേണ്ടത് കുറയുകയും വേണ്ടാത്തത് കൂടുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ PCOD. മൊത്തം ഹോർമോണുകളും തലതിരിഞ്ഞ് പോകുന്ന ടോപ്സി ടർവി ആവുന്നതാണ്. ഇറ്റ്സ് കോൾഡ് PCOD. സോ ദാറ്റ് ഈസ് ഈക്വലി റിലേറ്റഡ് ടു ദി ബോഡി വെയ്റ്റ്. സോ ബോഡി വെയ്റ്റ് കുറഞ്ഞ് നോർമൽ ഹൈറ്റിന് ഇത്രയും വെയിറ്റ് ആവാം എന്നുള്ളതുണ്ട്. സോ സിമ്പിൾ കാൽക്കുലേഷൻ ഈസ് ഇഫ് യു ആർ 165 സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് എടുക്കുക, നമുക്കൊരു ഇത് ഭിത്തിയുടെ അവിടെയോ ഒരു വാളിൻ്റെ അവിടെ നിന്നിട്ട് ഒരു പെൻസിലിൽ വരച്ച് യു ടേക്ക് യുവർ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. നമ്മുടെ ഈ ടേപ്പിൽ ആ സെൻറ്റിമീറ്റർ 165 എന്നാണ് കാണിക്കണമെങ്കിൽ യു -100 ഫ്രം ദാറ്റ്. 65 വിൽ ബി, അങ്ങനെയല്ല ആക്ച്വലി, ബട്ട് 65 വിൽ ബി ദ മാക്സിമം ഹെൽത്തി ലെവൽ ഓഫ് വെയ്റ്റ് യു ഷുഡ് ഹാവ്. ആ ലെവലിലേക്ക് തിരിച്ചിറങ്ങി വരാൻ പറ്റുമെങ്കിൽ
യു ഷുഡ് പ്രോപ്പർലി ഗെറ്റ് എ പീരിയഡ്. അതേപോലെ കൃത്യമായിട്ട് അടുത്ത പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനും പറ്റും. ആ പ്രഗ്നൻസി വരുമ്പോഴും നല്ല പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഡോക്ടേഴ്സ് ആരെങ്കിലും കാണിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എ PCOD പ്രഗ്നൻസി. PCOD pregnancies or highly monitored pregnancies ആണ്. As far as I am concerned, when a PCOD patient of mine gets pregnant, 9 മാസവും will be completely keeping her in proper support. അതായത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ അബോർഷൻ പ്രതീക്ഷിക്കാം. സോ അത് വരുത്താതെ നല്ല ഒരു പ്രഷ്യസ് പ്രഗ്നൻസി ഇതിൽ തന്നെ അതിനെ കൊണ്ടുപോകും. സോ ഫസ്റ്റ് ട്രൈ ടു റെഡ്യൂസ് വെയ്റ്റ്. ട്രൈ ടു റെഡ്യൂസ് എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് എങ്ങനെ വേണം, നമ്മൾ കുറച്ച് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് എക്സസൈസ് ഇത്, പക്ഷേ അതെല്ലാം there is something called nutritional counseling. If you can come to me one day, I can just എല്ലാവരും പോയി വെയിറ്റ് കുറച്ചിട്ടോ എന്ന് പറയും. ബട്ട് ആളുകൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത്. ഉടനെ എല്ലാവരും യൂട്യൂബ് നോക്കും, അവിടെ കീറ്റോ ഡയറ്റ് കാണും, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, ഫ്രൂട്ട് ഡയറ്റ് ഉണ്ട്. സോ പ്ലീസ് ഡു, നത്തിങ് വിൽ വർക്ക്. ഇതെല്ലാം നമുക്ക് നടക്കണ കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മോഡിഫൈ ചെയ്ത് എങ്ങനെ ഇടാം, അതാണ് നമ്മളിതിൽ അറിയേണ്ട കാര്യങ്ങൾ. സോ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ സിമ്പിൾ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. അതിൽ കുറച്ച് കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഷുഗർ ആൻഡ് അങ്ങനത്തെ സ്വീറ്റ്സ് ഒക്കെ വല്ലപ്പോഴും അങ്ങനെ റെഗുലർ ആക്കാതിരിക്കുക. ടീ കോഫി അങ്ങനത്തെ ഒക്കെ കുടിക്കാം. ബട്ട് വെൻ യു ടീ കോഫി ഹാസ് ഗോട്ട് വെരി മെനി ഗുഡ് തിങ്സ് ഇൻ ഇറ്റ്. അതൊന്നും ഒരു കുഴപ്പമുള്ള സംഭവമല്ല. ബട്ട് യൂസ് ഷുഗർ ഫ്രീസ്. സേഫ് ഷുഗർ ഫ്രീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. കേരളത്തിൽ 90% ആളുകൾക്ക് ഈ ഷുഗർ ഫ്രീ എന്താണെന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞത് സാക്ഷരത കേരളത്തിൽ അങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണേ. വെൻ ഐ സീ പേഷ്യൻസ് ആഫ്റ്റർ പേഷ്യൻറ്റ് ടു കട്ട് ഡൗൺ ഓൺ ഷുഗേഴ്സ് പറയുമ്പോൾ മധുരം ഇല്ലാതെ എങ്ങനെ കുടിക്കണം, മധുരം ഇല്ലാതെ കുടിക്കണ്ട. യു ഹാവ് ചെടിയിൽ നിന്ന് എടുക്കുന്ന ഷുഗർ ഫ്രീ ഉണ്ട്, ഷുഗർ ഫ്രീ ഗ്രീൻ, ഷുഗർ ഫ്രീ നാച്ചുറൽ, വിച്ച് ആർ ഓൾ സേഫ് ഇനഫ്. സോ അത് വെയ്റ്റ് റിഡക്ഷന് പീപ്പിൾ എല്ലാ ഇടത്തും എവ്രിവെയർ ടീനേജേഴ്സ് എവറി ഏജ് ഷുഗർ ഷുഡ് കം ഡൗൺ. നമ്മുടെ ദേഹത്തിലുള്ള ഷുഗർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ എടുക്കുന്ന അളവ്, അത് ചോറായാലും ശരി, അത് ദേഹത്ത് പോയി ഷുഗറായിട്ട് മാറും. അതിപ്പോൾ കപ്പയോ അല്ലെങ്കിൽ ഇത് പൊട്ടറ്റയോ അങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളായാലും ശരി, അകത്ത് പോയിട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഷുഗർ. സോ ഷുഗർ വന്നിട്ട് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ഭയങ്കരമായ ഒരു എതിരാളിയാണ് PCODക്ക്. PCOD എത്രയും കൂട്ടാൻ പറ്റുമോ അത്രയും കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഷുഗർ. അത് മാത്രമല്ല ഈസി ആയിട്ട് ഒരാളെ ഡയബറ്റിക് ആക്കാനും പറ്റും. PCOD ഉള്ളവർക്ക് ഷുഗർ എത്രത്തോളം അവർ കുറയ്ക്കാതിരിക്കുന്നോ, PCODക്കാർക്ക് ഒരു ഇതും ഇല്ലാതെ ഫാമിലി ഹിസ്റ്ററിയും കൂടെ ഉണ്ടെങ്കിൽ, അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് 23 വയസ്സിലൊക്കെ ഡയബറ്റിക്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. PCOD വിത്ത് ഡയബറ്റീസുമായിട്ട് വരും ഗേൾസ്. സോ ബെറ്റർ ടേക്ക് കെയർ. അപ്പോൾ വെയ്റ്റ് റിഡക്ഷൻ എങ്ങനെ വേണം ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി 2-3 കാര്യങ്ങൾ പറയാം. കട്ട് ഡൗൺ ഓൺ ഹെവി മീറ്റ്, ബീഫ്, മട്ടൺ, മൈദയിലുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട്. മൈദയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കണം, ബേക്കറീസിൽ, ബറോട്ട, എവ്രിതിങ്. സോ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഗോതമ്പ് എന്ന് അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ, അരി, ഗോതമ്പ്, വാട്ട് എവർ ഇറ്റ് ഇസ്, റവ, ഇറ്റ് ഷുഡ് ബി ഓൾ, എല്ലാം മാറി മാറി കഴിക്കണം. ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. സോ ഓൾ ഷുഡ് ബി ടേക്കൺ. ഓരോ ദിവസം മാറിയ ഭക്ഷണങ്ങളായിരിക്കണം, ഡിഫറെൻ്റ് ആയിട്ട്. യു ക്യാൻ ഓൾസോ ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. എല്ലാത്തിലും നല്ലത് എല്ലാത്തിലും ചീത്ത അങ്ങനെയല്ല. ഓൾ വിൽ ഹാവ് ബോത്ത്. സോ കംപ്ലീറ്റ് ആയിട്ട് എന്നും ചപ്പാത്തി കഴിക്കുക, അതും അത്ര നല്ല കാര്യമൊന്നുമല്ല. You will have to change into rava only. You will have to change to ragi another day. You have to go for millets another day. മില്ലറ്റ്സിലെ എല്ലാ മലയാളത്തിലുള്ള പേര് എനിക്കറിയില്ല. ചെറുധാന്യങ്ങൾ എന്ന് പറയാം. കൂവരക്, ദാറ്റ് ഓൾ യു ക്യാൻ ടേക്ക്, നോ പ്രോബ്ലം. അതിനൊക്കെ അപ്പുറത്ത് നോർമൽ ഫുഡ് എന്ത് ചെയ്യും, അതാണ് നമുക്ക്. ഒരു നേരം മാത്രം ചോറാക്കുക. മോർണിംഗ് ആൻഡ് നൈറ്റിൽ അവോയ്ഡ്. നൈറ്റ് ഫുഡ് വളരെ സിമ്പിളായിട്ട് കഴിക്കുക, നേരത്തെ കഴിക്കുക. നൈറ്റ് ഫുഡാണ് മെയിൻ ആയിട്ട് വെയിറ്റ് കൂട്ടുന്നത്. മെയിൻലി അതാണ്. ഞാൻ 10 o'clock 10:30 ഒക്കെ ആകുമ്പോഴേ ഡിന്നർ കഴിക്കുള്ളൂ. അതാണ് കൂടുതൽ. അത് മാത്രമല്ല ഉടനെ പോയി നമ്മൾ കിടക്കുകയും ചെയ്യും. അതന്നെ. സോ ബേസിക്കലി ഭക്ഷണം കഴിച്ചിട്ട് 2 hours കഴിഞ്ഞ് കിടക്കാവൂ. അപ്പോഴേ എന്തെങ്കിലുമൊക്കെ ബോഡി വെയിറ്റ് കുറയാം. പിന്നെ
ബേസിക് മിനിമം എക്സസൈസ് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് യു ആർ ഓൺലി 30, സോ യു ക്യാൻ ജോയിൻ എ ജിം ആൻഡ് അവരുടെ അഡ്വൈസ് എടുക്കാം ഫോർ ദ ഹോൾ ബോഡി വെയ്റ്റ് റിഡക്ഷൻ എന്ന് വെച്ചാൽ ആബ്സ് പ്രത്യേകം ചെയ്യും, അപ്പർ ബോഡി ലോവർ ബോഡി അങ്ങനെ കുറച്ചൊരു ട്രെയിനിങ് കിട്ടുമല്ലോ. സോ ട്രൈ ദാറ്റ്. ആക്ച്വലി ആ വെയിറ്റ് ഒക്കെ കുറച്ച് ദെൻ PCOD അതിൻ്റേതായ ഒരു പ്രോട്ടോകോൾഡ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതും കൂടി ഇഫ് യു ക്യാൻ കം ഐ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. സോ അതൊരു പ്രോപ്പറായിട്ട് ഒരു 5-6 മാസം എടുത്ത് വെയിറ്റും കൂടെ കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി PCOD ദേഹത്തിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. സോ യു ക്യാൻ ട്രൈ ഫോർ ദ നെക്സ്റ്റ് ചൈൽഡ്. ഓക്കെ ശരണ്യ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ബ്രേക്കിന് മുമ്പ് ഈ ഇൻഫെർട്ടിലിറ്റി ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒക്കെ ഓൾമോസ്റ്റ് PCOD-കാരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. സോ ദിസ് ഈസ് ഈ സ്ത്രീകളിൽ വരുന്ന 2 കാര്യങ്ങളിൽ ഒന്ന്, രണ്ടും ഈ ചെറുപ്രായത്തിലെ പെൺകുട്ടികൾ അമ്മയച്ഛനും അധികം ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് അവരുടെ ഈ മെൻസ്ട്രൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലാതെ ബോഡി ഹെൽത്തിനപ്പുറത്ത് ഗേൾ ചൈൽഡ് നീഡ്സ് എ മെൻസ്ട്രൽ ഹെൽത്ത്. അതായത് അവരുടെ മാസമുറ വരുന്നതിൻ്റെ കൃത്യത, അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, അതിൻ്റെ ഇത് ദാറ്റ് ഹാസ് ടു ബി ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ. പെൺകുട്ടികൾക്ക് വെറും ഹെൽത്ത് അല്ല, എല്ലാ ഹെൽത്തിനോടൊപ്പം മെൻസ്ട്രൽ ഹെൽത്ത് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് ഇസ് നോട്ട് ബീങ് കൺസിഡേർഡ് ഹിയർ ഇൻ കേരള, which we'll have to talk about. ഡോക്ടർ, ആ മെൻസ്ട്രൽ ഹെൽത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കണം. അത് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? ഇത് പാലക്കാട് ജില്ലയിൽ നിന്ന് മണ്ണാർക്കാട് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഓക്കെ, ചേച്ചി പേരൊന്ന് പറയാമോ? പറയാം, അപർണ. ഓക്കെ, അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് വളരെ കുറച്ച് മ്യൂട്ടാക്കി വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചാൽ നന്നായിരുന്നു. ഡോക്ടറോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഡോക്ടർ പറയുന്നതെന്ന് മനസ്സിലാവും, നമ്മുടെ പ്രേക്ഷകർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. പറഞ്ഞോളൂ. ഹലോ മാഡം. യെസ്, ഞാൻ എന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. പേരക്കുട്ടി, ഓക്കെ. എത്ര വയസ്സ്? മണ്ണാർക്കാട് പറയും, പാലക്കാട്. ഏജ് പേരക്കുട്ടിയുടെ വയസ്സ്? 22 വയസ്സ്. ഓക്കെ, 22 വയസ്സായി. പറഞ്ഞോളൂ. നോർമൽ അവള് 8ാം മാസത്തിലുണ്ടായ കുട്ടിയായിരുന്നു. അതിന് ശേഷം പ്രോബ്ലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മാസമുറ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ വന്നിരുന്നു, ഫസ്റ്റ് പീരിയഡ്സ് ആയി. 10 വയസ്സിലൊക്കെ 10-11 വയസ്സായപ്പോ തന്നെ ആയിരുന്നു. ആ സമയത്തൊന്നും വയറുവേദന കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോകെ അവൾക്ക് വയറുവേദന, മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഒരു പനി വന്നു. ആ പനി വന്ന് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് അവൾക്ക് IPT ആണെന്ന് പറഞ്ഞു. കുട്ടി ഇങ്ങനെ കൗണ്ടിന്റെ പ്രശ്നം, ത്രോംബോസ് പ്ലേറ്റ്ലെറ്റിന്റെ പ്രശ്നമാണോ? ആണ്. അത് ഞങ്ങൾ അമൃതയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നീരജ് സിദ്ധാർത്ഥ് പറഞ്ഞ ഡോക്ടർ. പ്ലേറ്റ്ലെറ്റ് കുറവാവുന്നത് അല്ലേ? കൗണ്ട് അല്ല, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അതല്ലേ പറഞ്ഞത്? ITP. അതെ. അതിന് മരുന്ന് കഴിച്ചോണ്ടിരുന്നു. അവര് മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് മരുന്നില്ല, ഭക്ഷണത്തിൽ കൂടി അങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതങ്ങനെ 80 വരെയൊക്കെ വന്നു നിന്നു. പിന്നെ പ്രശ്നമില്ല. അവള് ആക്റ്റീവ് ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ ജോലി എടുക്കുന്നുണ്ട്, അത് പഠിച്ചിട്ട്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, PCOD ഉള്ള വയറുവേദന, മാസമുറ വരുമ്പോ ഭയങ്കര വയറുവേദന. PCOD ആണെന്ന് അറിഞ്ഞത് സ്കാൻ ചെയ്യിച്ചു ഇവിടെ ഒരു ഹോസ്പിറ്റലില്. അപ്പൊ അവര് പറഞ്ഞു, ആൾറെഡി ഡോക്ടർ പറഞ്ഞു അങ്ങനെ PCOD പ്രശ്നമാണ്, അതിന് എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാൽ മരുന്ന് പ്രത്യേകിച്ചില്ല, എക്സസൈസ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ ഗുളിക പറഞ്ഞ സൈക്ലോഫാം എന്ന് പറഞ്ഞ ഒരു ഗുളിക വേദന സംഹാരി കൊടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ സഹിച്ചു പിടിച്ച് നടക്കുക, അത്ര. ഇപ്പൊ ഇങ്ങനെ നന്നായിട്ട് വിഷമം. അല്ല, ഈ PCOD-യിൽ ഇത്രയധികം വേദന വരാറില്ല. PCOD-യിൽ മെയിനായിട്ട് നമ്മൾ കാണുന്ന ശരീരഭാരം കൂടും, പീരീഡ് വരില്ല, ലേറ്റായിട്ട് വരും, പിന്നെ 1 മാസം വരില്ല, അങ്ങനെയാണ്. വരുമ്പോൾ കുറച്ച് വേദനയും ഇച്ചിരി ബ്ലീഡിങ്ങും കാണും. പക്ഷേ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദന വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി അനദർ ഡിസീസ്, വേറൊരു അസുഖമായിരിക്കാം. എൻഡോമെട്രിയോസിസ്, അതും ഇതേപോലെ കുട്ടികളുണ്ടാവാൻ പ്രയാസം വരുന്ന 2 അസുഖങ്ങളുണ്ട് പെൺകുട്ടികൾക്ക്, ചെറുതിലേ ട്രീറ്റ് ചെയ്യേണ്ടത്. ഒന്ന് PCOD, രണ്ടാമത്തത് ഈ പറയുന്ന ഹെവി പെയിനും നല്ല ബ്ലീഡിങ്ങുമായിട്ട് വരുന്ന എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് അകത്ത് തന്നെ രക്തം വീണ് കട്ടയായിട്ട്, അല്ലെങ്കിൽ ഓവറിൽ ചെറിയ സിസ്റ്റ് പോലെ ഫോം ചെയ്തിട്ട്, അല്ലെങ്കിൽ യൂട്രസിനകത്ത് ചെറിയ ചെറിയ രക്തക്കട്ടകൾ ഉണ്ടാവുന്നതിൻ്റെ പേരാണ്
എൻഡോമെട്രിയോസിസും യൂട്രസിൽ വരുമ്പോൾ അഡിനോമയോസിസ് എന്നും പറയും അത്. സോ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം ബിഫോർ മാരേജ്. അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടാവാൻ പോകുന്നത് ആ തരം അസുഖങ്ങളായിരിക്കും. സോ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. PCOD മാത്രമാണോ എന്നെന്ന് വെച്ചാൽ PCOD ഒരു ലിമിറ്റ് വരെയൊക്കെ സ്കാനിൽ കാണും. പക്ഷേ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രക്തക്കട്ടകളോ അല്ലെങ്കിൽ ചെറിയ സിസ്റ്റിൽ ബ്ലഡ് നിറഞ്ഞിരിക്കുന്ന സിസ്റ്റുകൾ ഓവറിയിൽ കാണാം. ഇതൊക്കെ ചിലപ്പോൾ സാധാരണ അൾട്രാസൗണ്ടിൽ കാണാൻ പറ്റില്ല. എന്നുവെച്ചാൽ കട്ടിയുള്ള ഓർഗൻസ് മാത്രമേ, സോളിഡ് ഓർഗൻസ് ആണ് അൾട്രാസൗണ്ടിൽ കാണാൻ പറ്റൂ. കുടൽ ഭാഗങ്ങൾ കാണാൻ പറ്റത്തില്ല. ഒരു പെണ്ണിൻ്റെ ട്യൂബ് കാണാൻ പറ്റില്ല. പൊള്ളയായിട്ടുള്ള ഓർഗൻസ് ഒന്നും അൾട്രാസൗണ്ട് സ്കാൻ എന്നുള്ളതിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് എടുക്കാറുള്ളൂ. അതിൽ ഈ പറയുന്ന എൻഡോമെട്രിയോസിസ് കാണണം എന്നില്ല. സോ അതിന് ഇത്രയും പെയിൻ എന്താണ് ആ കുട്ടിയുടെ എന്നുള്ളത് കണ്ടുപിടിച്ച് അത് എത്രയും വേഗം ശരിയാക്കില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുള്ള സ്റ്റേജിലേക്ക് പോയി ഇത്രയും വേദന സഹിക്കണത് വേദന പെയിൻ കില്ലേഴ്സ് കൊടുത്തല്ല അതിനെ വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇറ്റ്സ് നോട്ട് ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ വേദന കുറയ്ക്കാനുള്ള സിംറ്റം കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോബ്ലം എന്താ കുട്ടിയുടെ? സോ ആ പെയിനിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. ആ പെയിൻ്റെ കാരണത്തിനെയാണ് മാറ്റേണ്ടത്. പെയിൻ മാറ്റിയിട്ട് കാര്യമില്ല, അടുത്ത മാസം പിന്നെയും വരും ആണ്. അപ്പോൾ ആ പെയിൻ്റെ കാരണം എന്താണ്? വാട്ട് ഈസ് ദ ഡയഗ്നോസിസ്? അതറിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്. കുട്ടി പ്രോപ്പറായിട്ട് കുറച്ച് മാസങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ രണ്ട് അസുഖങ്ങളും ഒരുമിച്ചും വരാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ബോത്ത്. കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ദയവേത് കറക്റ്റ് ചെയ്യണം. ബിക്കോസ് ഇല്ലെങ്കിൽ നാളെ കുട്ടി ഉണ്ടായില്ല എന്നുള്ള പേരിൽ ഈ കുട്ടിയുടെ തലയിലായിരിക്കും എല്ലാ പഴിയും വരാൻ പോകുന്നത്. അതെ മാഡം. പക്ഷെ ഞാനിപ്പോ കാണിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം എന്ത് വരുമ്പോഴേക്കും ഞാൻ ഓടി ഓടി പോയി ഡോക്ടറെ സമീപിച്ചിട്ടേ മരുന്ന് കൊടുക്കാറുള്ളൂ. എന്താ വെച്ചാൽ IPT പ്രശ്നമുള്ള കുട്ടിയാണല്ലോ. ബ്ലീഡിംഗ് ഒന്നും ജാസ്തി വരാറില്ല. പക്ഷെ ഒരു സൈഡ്, വയറിന്റെ ഒരു സൈഡാണ്. നിങ്ങൾ പറയണ ITP, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിരിക്കണം, ത്രോംബോസൈറ്റോപീനിയ, അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. സോ അത് ഇതുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കൂടുതലായിട്ടും ഈ കുട്ടിക്ക് ബ്ലീഡ് വരാനും സാധ്യതയുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അസുഖം കൂടി ഉള്ളപ്പോഴത്തേക്കും ഇങ്ങനെ ഉള്ള കുട്ടിക്ക് നമുക്ക് കുറച്ചും കൂടെ കെയർ കൂടുതൽ കൊടുക്കണം. ആ അസുഖത്തിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് അനീമിക് ആയിക്കൊണ്ടേയിരിക്കും. അതെ അതെ. നല്ല നല്ല വെളുത്ത കുട്ടിയാണ്. അത് ഇതാവുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ കട്ടയായിട്ടാണ് ക്ലോസറ്റിൽ പോകുന്നത്. അപ്പൊ അസുഖം ട്രീറ്റ് ചെയ്യാതെ പെയിൻ കില്ലർ കൊടുക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അസുഖം കണ്ടുപിടിച്ചിട്ടും കൂടി ഇല്ല. സോ ഷീ നീഡ്സ് എ പ്രോപ്പർ പ്രോട്ടോകോൾ ട്രീറ്റ്മെൻറ്റ്. അൾട്രാസൗണ്ടിലും മുകളിൽ എന്തെങ്കിലും ബെറ്റർ സ്കാൻസും നമ്മൾക്ക് എടുക്കണം. ആൻഡ് വി ഹാവ് ടു ഗോ ഫോർ എ റിയൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹർ. ബിക്കോസ് ഈ ബ്ലഡിനെ കൺട്രോൾ ചെയ്ത് കട്ട പിടിപ്പിക്കാനുള്ള ഒരു അവസ്ഥയും ആ ബ്ലഡിൽ കുറവാണ്. സോ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ലൈനിലേക്ക് പോകേണ്ട ആളാണ്. എന്നാലേ നല്ലൊരു കുട്ടിയൊക്കെ പറ്റി ആലോചിക്കാൻ പോലും പറ്റുള്ളൂ. സോ ഇഫ് യു ക്യാൻ കം, ഐ ക്യാൻ ഒരു പ്രാവശ്യമെങ്കിലും വരികയാണെങ്കിൽ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ചിട്ട് ഐ ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് യു ക്യാൻ ഗെറ്റ് ദ ഇത്. ബിക്കോസ് ഇതിൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഡയഗ്നോസിസ് ഇസ് ദ മെയിൻ തിങ്. എന്താണെന്ന് കണ്ടുപിടിക്കലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതാണ് വേണ്ടത്. അത് വെച്ചിട്ട് പിന്നെ ഇറ്റ് ഈസ് ഈസി ടു ട്രീറ്റ്മെന്റ്. അറിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്, സംസാരിക്കാം. ഹലോ. ഹലോ മാം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? ഞാൻ പ്രിയയാണ്, തൃശ്ശൂരിന്ന്. തൃശ്ശൂരിന്ന് പ്രീതി അല്ലേ? അതെ അതെ. ഓക്കെ, ഇന്നത്തെ വിഷയം നമ്മൾ ഇൻഫെർട്ടിലിറ്റി ആണ് ചർച്ച ചെയ്യുന്ന. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ മാം. യെസ്. ഹലോ മാം, ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ. എന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ കുറെ ആൾക്ക് നല്ല തടിയുണ്ട്, ഒരു 85 കിലോ ഉണ്ടായിരിക്കും. പിന്നെ ആള് ജിമ്മിന് ഡെയിലി പോകുന്നുണ്ട്. പക്ഷെ അത് ആൾക്ക് തടി കുറയുന്നില്ല ഒട്ടും. അപ്പൊ അത് പീരീഡ്സ് ആണെങ്കിൽ ശരിക്കും വരുന്നില്ല. 7 മാസമായിട്ട് പീരീഡ്സ് ഇല്ല. അപ്പൊ 7 മാസമായിട്ട് 7 മാസം ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിരുന്നു. അപ്പൊ സ്കാൻ ചെയ്തപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. ഒരു പ്രശ്നമില്ല. 7 മാസമായിട്ട് പീരീഡ് ഇല്ലാത്ത ആൾക്ക് ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സ്കാനിങ്ങിലും പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? ഹോർമോൺസ് എന്തോ മാഡം? ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ?
സ്കാനിന് മാത്രം നോക്കണ്ട, ബ്ലഡ് ടെസ്റ്റ്. തൈറോയിഡിൽ എന്തോ ഒരു കുറച്ച് എന്തോ ഒരു 128 എന്തോ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആൾക്ക് അറിയില്ല എന്താ. 20 ഉള്ളടത്ത് 128 ആണ് പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ശരീരഭാരം കൂടുതലാണ്, പീരിയഡ്സ് 7 മാസമായിട്ട് വന്നില്ല. അതെ. പക്ഷേ എല്ലാം നോർമലാണെന്ന് അൾട്രാസൗണ്ട് ഏത് സ്കാനിൽ കാണിച്ചോ? സ്കാൻ ക്യാൻ ബി ദിസ് വേ ഓർ ദാറ്റ് വേ. സ്കാനിലെല്ലാം കാണണം എന്നില്ല. അൺമാരീഡ് അല്ലേ? അല്ലല്ല, മാരീഡ് ആണ്. അപ്പോൾ ഉള്ളിൽ കൂടെ ഉള്ള സ്കാനും കൂടെ ചെയ്യാൻ പറയണം, വെജൈനൽ സ്കാൻ. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ തെളിവായിട്ട് കാണേണ്ടതല്ലേ? അല്ലെങ്കിൽ ബ്ലഡിൽ ഇത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്യാം, ബ്ലഡിലുള്ള ഹോർമോൺസ് നോക്കാം. PCOD ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. PCOD ആയിരിക്കാൻ അതാ പറഞ്ഞത്. സോ ഇങ്ങനെ ഇത് കൊണ്ടാണ് നമ്മൾ ഒരേ ഒരു സ്കാൻ മാത്രം വെച്ചിട്ട് ഒന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനോട് പാരലായിട്ട് നമ്മൾ ബ്ലഡ് ഹോർമോൺസും കൂടെ നോക്കുന്നത് PCOD ഉണ്ടോ ഇല്ലേന്നറിയാൻ, അതും കൂടെ നോക്കി പോകുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഷുഗർ ലെവൽസ് കൂടാം. ഏതാണ് പീരിയഡ്സ് നിൽക്കാനുള്ള സിംപ്റ്റംസ് ആയിരിക്കും. എത്ര ഏജ് ആയി? 46. അതറിയാൻ പറ്റത്തില്ല. 46 ആണെങ്കിൽ നോക്കണം. കാര്യം എന്ന് വെച്ചാൽ അതും ബ്ലഡിലേ അറിയാൻ പറ്റുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ പീരിയഡ്സ് നിൽക്കാറായോ ഇല്ലയോ. സോ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും പീരിയഡ്സ് നിൽക്കാൻ പോകുന്നോ ഇല്ലെങ്കിൽ എത്ര കാലത്തിനകത്ത് നിൽക്കും ഒക്കെ കറക്റ്റായിട്ട് ഹോർമോൺ വഴി നമുക്ക് അറിയാൻ പറ്റും. ബ്ലഡിൽ തന്നെ അതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ചെയ്യണം. അപ്പോൾ അറിയാൻ പറ്റും പീരിയഡ്സ് നിൽക്കണോ ഇല്ലയോ എന്തോ ആണ്. PCOD ആ ഒരു സമയത്ത് ഒരു വലിയ കാര്യമായിട്ട് വന്നു കാണില്ല. മേ ബി 7 മാസമായിട്ട് വന്നില്ലെങ്കിൽ ഇന്ന് നിന്നോ അതും അറിയില്ല. ഓക്കെ. പിന്നെ ശരീരഭാരം ഓക്കെ, അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേണം, ഇതിൻ്റെ കാര്യം അറിഞ്ഞിട്ട് വേണം ബാക്കി അതിലോട്ട് പോവാൻ. ഓക്കെ. ഷുഗറിൻ്റെ കാര്യമൊക്കെ ടെസ്റ്റ് ചെയ്തോളാൻ പറയണം. കാര്യം വെച്ചാൽ ഷുഗർ ഹൈ ആവാനും ഒക്കെ സാധ്യതയുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ട് ഇതൊന്ന് ഷുവർ ആക്കാൻ പറ. 8 മാസമായിട്ട് വന്നിട്ടില്ല, ഇസ് ഇറ്റ് മെനോപോസ് ഓർ നോട്ട്, അത് അറിയണ്ടേ. അവരുടെ ഫാമിലി ഇതനുസരിച്ചും ആയിരിക്കും. പിന്നെ ഡോക്ടർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പീരിയഡ് നിൽക്കാൻ പോവാണോ അല്ലെങ്കിൽ നിന്നോ ഇനി എത്ര നാളും കൂടെ ഉണ്ട് നിൽക്കാൻ, ഇത് 3 പറയാൻ പറ്റും നമുക്ക് ആ റിസൾട്ട് കിട്ടിയാൽ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമുക്ക് ഇതിനു മുമ്പ് 2 കോള് വരുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു നിർത്തിയത് പെൺകുട്ടികളുടെ മെൻസ്ട്രൽ ഹെൽത്തിനെ കുറിച്ച്. സോ മെൻസ്ട്രൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വന്ധ്യതയിലേക്ക് നമ്മൾ തന്നെ കുട്ടിയെ ബാക്കിയെല്ലാം ചോദിക്കുമ്പോൾ മുഴയുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോസ് നോട്ട് നോൺ, അഡിനോമൈസിസ്. ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. ഫുഡിൻ്റെ മോഡിഫിക്കേഷൻസ് എല്ലാം നമ്മുടെ ശരീരത്തിന് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു ഏജിന് ശേഷമുള്ള സ്ത്രീകൾ ചോദിച്ചാൽ. പക്ഷേ യങ്ങർ ഏജ് ചിൽഡ്രന് ഇപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ 20-30s എന്തുകൊണ്ട് കുട്ടി ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി 2 കാര്യങ്ങൾ നല്ല ചിലപ്പം സ്കാനിൽ കണ്ടില്ല എന്നുള്ളതുകൊണ്ട് അത് ഇല്ല എന്നുള്ളതല്ല. സ്കാൻ ഹാസ് ഗോട്ട് ഓൺലി 60%. അൾട്രാസൗണ്ട് സ്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ 60% അക്യുറസിയേ ഉള്ളൂ. പിന്നെ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിക്കാണെങ്കിൽ വയറ് വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് പെൽവിസിനകത്ത് ബോണി കേജില്ലേ, അതായത് ഇളിക്കൂടിനുള്ള ആ ബോണിനകത്താണ് യൂട്രസ് ഇരിക്കുന്നത്. ഓവറി കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല പ്രയാസമായിരിക്കും ആ സ്കാനിൽ PCOD ഒക്കെ കണ്ടുപിടിക്കാനും. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കല്യാണം കഴിക്കാത്ത കുട്ടികൾ വരുമ്പം പാരലലി അതിൻ്റെ ഹോർമോൺസും കൂടെ ചെയ്ത് നോക്കി PCOD ചെക്ക് ചെയ്യാൻ. ഡോക്ടർ, ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ് മാം? എന്റെ പേര് വിജി എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു? കൊല്ലത്തുനിന്നാണ് മാം വിളിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയാണ്. സംസാരിച്ചോളൂ ഡോക്ടർ സ്വീറ്റിയോട്. ഓക്കെ മാം. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ മാം. മാം, എനിക്കൊരു ഫസ്റ്റ് ഒരു ബേബി, ഒരു കുട്ടി ഉണ്ട്. ഞങ്ങൾ ഒരു സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് PCOD പ്രോബ്ലം ഉണ്ട്. എനിക്ക് പീരീഡ്സ് എല്ലാം നോർമൽ ആണ്, കറക്റ്റ് ആയിട്ട് പീരീഡ്സ് എല്ലാം ആവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വയസ്സ് 40 ബട്ട് ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു, നിറയെ ഹോസ്പിറ്റൽ, ഞാൻ തമിഴ്നാട്ടില് ഒരു 2-3 ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. ബട്ട് അവിടെയൊക്കെ എനിക്കൊന്നും പ്രോബ്ലം ഇല്ല. അവര് പക്ഷെ PCOD എന്നാണ് പറയുന്നത്. റെഗുലർ പീരീഡ്സ് ഒക്കെ ആകുന്നുണ്ട്.
പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാകത്തെന്ന് അവർ ഒരു കൺഫേം എന്താണെന്ന് പറയുന്നില്ല. ഹസ്ബൻഡിന്റെ സെമൻ ചെക്ക് ചെയ്ത് നോക്കിയോ? യു ആർ നോട്ട് ദ ഓൺലി കോസ്. മേ ബി ഇപ്പോൾ റീസെൻ്റ്ലി എവറി 90 days കൗണ്ട് മാറും, എവറി 3 months. സോ ഹീ കനോട്ട് ബി നോർമൽ ഓൾ ലൈഫ് ടൈം. ഹി വിൽ ഓൾസോ ഗോ അപ് നോർമൽ. മെൻ ഓൾസോ ഹാവ് അപ് നോർമലിറ്റീസ്. സോ ഇപ്പോൾ രണ്ടുപേരുടേതും ഒരേപോലെ നോക്കണം. ഇഫ് യുവർ PCOD ഈസ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു നീഡ് എ ബിറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. കുറച്ചൊന്ന് എഗ്സ് കുറച്ച് കൂടുതൽ കൂടാനുള്ള എന്തെങ്കിലും ഒരു ടാബ്ലറ്റ്സോ ഇതോ അത്യാവശ്യം ട്രീറ്റ്മെൻറ്റ് മതി. യുവർ ഹസ്ബൻഡ് നീഡ്സ് എ ചെക്കപ്പ്. ബേസിക് സെമൻ അനലൈസിസ് മതി. ഇസ് ഇറ്റ് ഓക്കെ? അല്ലെങ്കിൽ ഹി വിൽ ഓൾസോ നീഡ് ബിറ്റ് ഓഫ് വല്ല കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ ആക്റ്റീവ് സ്പേംസിൻ്റെ അളവ് കുറവാണെങ്കിൽ ദറ്റ് ഹാസ് ടു ബി കറക്റ്റഡ്. അങ്ങനെ രണ്ടുപേരുടെ കാര്യവും നോക്കണം. എപ്പോഴും ഒരാളിലല്ല, രണ്ടുപേരുടെയും 50-50% ചേർന്നാലേ ഈ പ്രഗ്നൻസി ഉണ്ടാവുള്ളൂ. സോ എവറി മാൻ ഹാസ് ടു നോ ദാറ്റ് 3 monthsലൊരിക്കൽ അവരുടെ സെമൻ കൗണ്ട് ചേഞ്ച് ചെയ്യും ആണ്. 90 days കഴിയുമ്പോൾ പുതിയ പുതിയ സ്പേംസ് ഉണ്ടാവും. സോ ദ കൗണ്ട് മേ നോട്ട് ബി ദ സെയിം ആഫ്റ്റർ 3 months. സോ ഇപ്പം നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ യു ടെസ്റ്റ് യുവർ സെൽഫ്. അതേപോലെ തന്നെ യു ടെസ്റ്റ് he has to test his semen analysis. അതും നോർമൽ പ്രഗ്നൻസിക്ക് വരാൻ പറ്റാത്തത്, അത്ര നോർമൽ എന്ന് പറയുമ്പോൾ ഒരു 25-30 million അകത്ത് എങ്കിലും മിനിമം വേണം ഇൻ 1 ml. എന്നാലേ ഒരു നോർമൽ പ്രഗ്നൻസി, ദറ്റ് ഇസ് എ മിനിമം ഐ സെറ്റ്. ഇറ്റ് ക്യാൻ ഗോ ടു 120 million 110 million മുകളിൽ പോവും നല്ല ഇതായിട്ടുള്ളവർക്ക്. സോ മോർ ദൻ 50 million കുറച്ചും കൂടി നല്ല പ്രഗ്നൻസി റേറ്റ്സ് ആയിരിക്കും. സോ രണ്ടുപേരുടെയും കൂടി ഈ പറഞ്ഞ പോലെ ഫെർട്ടിലിറ്റി ലെവൽ നോക്കണം. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യും കൂടി വേണം. ഡോണ്ട് തിങ്ക് ദറ്റ് യു ആർ ദ ഓൺലി കോസ് ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. ബോത്ത് ഓഫ് യു ഷുഡ് ഗെറ്റ് ടെസ്റ്റഡ്. അതേപോലെ PCODക്ക് എന്തെങ്കിലും ഉള്ള ഒരാളായതുകൊണ്ട് കുറച്ചുകൂടെ അസിസ്റ്റൻസ് വേണം ഇത്തിരി കൂടി പ്രഗ്നൻസി കിട്ടാനായിട്ട്. അത്രേ ഉള്ളൂ, നത്തിങ് മോർ. ഇതിന് കൂടുതൽ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, ഇത്രയും മതി. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഈ മെൻസ്ട്രൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് ഈ അമ്മ അച്ഛന്മാരോട് പറയുന്നതാണ് ഒരു നല്ല കാര്യം. നല്ല ദിവസമായിട്ട് പറയണം. ബിക്കോസ് എല്ലാവർക്കും ഒരു കാര്യമുണ്ട്. ബട്ട് ഈ ടീനേജ് കുട്ടികൾ ഇവരെല്ലാം വന്നിട്ട് കുട്ടി വന്നിട്ട് ഇപ്പോൾ ഒരു അമ്മ പറഞ്ഞ പോലെ 10, അതായത് ഒരു പാക്കറ്റ് വരെ തീരും ഒരു ദിവസം പീരീഡ് വരുമ്പോൾ. 2-3 മാസം വരാറില്ല. ആൻഡ് ഇറ്റ് ഹസ് ബീൻ ടേക്കൻ ഈസിലി. അതൊരു കുഴപ്പമില്ല. സോ ഒരു കുട്ടി മെൻസ്ട്രൽ ഹെൽത്ത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അമ്മമാരെങ്കിലും യു ഷുഡ് ആസ്ക് യുവർ ചൈൽഡ്. ആയി കഴിയുമ്പോൾ ആയി എന്നൊക്കെ സന്തോഷിച്ചിട്ട് അതോടെ അങ്ങ് വിടും. സോ ആകുമ്പോൾ കറക്റ്റായിട്ട് ആവുന്നുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു വിദ്യാഭ്യാസവും ആവശ്യമില്ല. ഇതൊക്കെ ഒരു ലോജിക്കാണ്, ഒരു സ്ത്രീയുടെ ലോജിക്കാണ്. ഇറ്റ്സ് എ സംതിങ് കോൾഡ് എ വുമൺസ് ടോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. യു ക്യാൻ ആസ്ക് യുവർ ചൈൽഡ്. യു മസ്റ്റ് ബി യുവർ ഗേൾസ് ഫസ്റ്റ് ഫ്രണ്ട്. സോ അപ്പോൾ പോയിട്ട് നമ്മളിത് കറക്റ്റായിട്ടാവുന്നുണ്ടോ? ആകുമ്പോൾ വന്നിട്ട് വാട്ട് ഓൾ പ്രോബ്ലം യു ഹാവ്. എന്തെങ്കിലും ഓവറായിട്ട് അപ്പോഴായിരിക്കും കുട്ടി പറഞ്ഞ അമ്മ 1 പാക്കറ്റിന് മുകളിൽ പോകുന്നുണ്ട്. സോ ഇത്രയും ബ്ലീഡിങ് പോയിട്ട് ഞാൻ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന അമ്മയ്ക്ക് അറിയായിരിക്കും. ബിക്കോസ് സഹിക്കാൻ വയ്യാത്ത വേദനയായിട്ട് അന്ന് സ്കൂൾ ലീവോ അല്ലെങ്കിൽ കോളേജിൽ ലീവോ എടുക്കുന്നുണ്ടായിരിക്കും. സോ അത് ഇൻഡെബിലിറ്റേറ്റിംഗ്, പിന്നെ വെച്ചാൽ നമ്മുടെ ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ആക്കുന്ന വേദന. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു ബി കൺസൾട്ടഡ്. അപ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന PCOD അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞൊക്കെ വരുന്നത് അതാണ്. ഓവറിൽ സിസ്റ്റ് വരാം, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ചെറിയ രക്തക്കെട്ടകൾ വന്ന അഡിനോമയോസിസ് ഓർ എൻഡോമെട്രിയോസിസ് എന്ന് പറയും ഓവറിൽ വരുമ്പോൾ. സോ ദീസ് തിങ്സ് ആർ ദ മെയിൻ റീസൺസ് പെൺകുട്ടികളിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ കാരണം. അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. പെൺകുട്ടി വന്ന് പറയും സഹിക്കാൻ വയ്യാത്ത വേദനയാണ് പീരിയഡ് ടൈമിലെന്ന് അമ്മയോട് പറയും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അമ്മ തന്നെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന അമ്മയായിരിക്കും. സോ മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് ആ വേദനയെ ഇല്ലാതാക്കിയത് കൊണ്ട് ഒന്നും ആകാൻ പോണില്ല. അടുത്ത മാസവും ഷീ ഈസ് ഗോയിങ് ടു ഹാവ് ദ സെയിം പ്രോബ്ലം. അപ്പം കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്കാനിൽ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് അത് പ്രോബ്ലം അല്ല എന്നല്ല അർത്ഥം. സ്കാൻ കനോട്ട് ഷോ എവറിത്തിങ്. അൾട്രാസൗണ്ട് സ്കാൻ കനോട്ട് ഷോ എവറിത്തിങ്. താഴെ എഴുതിയിരിക്കുന്ന ഡിസ്ക്ലെയിമർ ദയവേത് എല്ലാവരും വായിച്ചു നോക്കുക. ഇറ്റ് ഈസ് നോട്ട് എ ഡയഗ്നോസിസ് എന്ന് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അവർക്ക് കാണുന്നതിന് ദർ ഈസ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിൻ്റെ റെസല്യൂഷൻ അത്രയേ ഉള്ളൂ. സോ ബെറ്റർ സ്കാൻ എന്തെങ്കിലും ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ സഹിക്കാൻ വയ്യാത്ത വേദന, ആ കുട്ടി പൊളയാണ് വേദന കൊണ്ട്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ഹെർ? അപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് ഒരു സ്കാൻ ചെയ്ത് കുട്ടിയുടെ മെൻസ്ട്രൽ ഹെൽത്ത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് നോക്കുക തന്നെ വേണം. അല്ലാതെ വേദനയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് എല്ലാ മാസവും വായടപ്പിക്കുകയല്ല വേണ്ടത്. അത് വേറെ ദോഷങ്ങൾ ചെയ്യുകയുള്ളൂ. സോ
ആക്ച്വൽ കോസ് എന്താണ്. മിക്കവാറും ഇറ്റ് ഷുഡ് ബി എൻഡോമെട്രിയോസിസ് ഓർ ഒവേറിയൻ സിസ്റ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ തന്നെ വരുന്ന ചെറിയ ചെറിയ കട്ടകൾ. അതിനെ അഡിനോമയോസിസ്നോ എൻഡോമെട്രിയോസിസ്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അത് കൂടി വരും തോറും പ്രഗ്നൻസിയെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പെൺകുട്ടികൾ പോകും. സോ ഈ വേദന എന്ന് കുട്ടി പറയുമ്പോൾ തന്നെ ഒന്ന് ഗൈനക്കോളജിസ്റ്റിന് അതുപോലെ റെസ്പോണ്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കണം, ഹൂ ടേക്സ് മോർ കെയർ ഇൻ ടു സീയിങ് ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി റാദർ ദാൻ ഡൂയിങ് ഓബ്സ്റ്റട്രിക്സ്. പ്രസവം നോക്കിക്കൊണ്ടേ ഇരിക്കുന്നവരടുത്ത് പോയാൽ ദേ വിൽ ബി ഇൻ ദാറ്റ് ആംഗിൾ. ഈ ഗൈനക്കിന് ഇങ്ങനെ ഒരു തൊല്ലയുണ്ട്. ഗൈനക്ക് ഒരു വശം, അതായത് സ്ത്രീയുടെ മെൻസ്ട്രൽ ഹെൽത്ത്, റീപ്രൊഡക്ഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. റീപ്രൊഡക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നവർ, ദാറ്റ് ഈസ് പ്രസവം, ലേബർ, ഡെലിവറി, അവർ അതേ ലൈനിലേ പോയിക്കൊണ്ടിരിക്കും. സോ വി ഷുഡ് നോട്ട് കൺഫ്യൂസ് ദിസ് ബോത്ത്. ഇതെല്ലാം കൂടെ ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പാടില്ല. വൺസ് യു ബിക്കം എ ബിറ്റ് ഓഫ് എ സീനിയർ യു ക്യാൻ ചൂസ് യുവർ സൈഡ്സ്. അത് നമുക്ക് നമ്മുടെ തന്നെ ഇത്. സോ ഐ ഹാവ് ചൂസൺ ഗൈനക്കോളജി വിച്ച് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ഡെലിവറി. Delivery is of course it needs more of your time. That needs quantity time, this needs quality time. Because കുറച്ച് നേരത്തിനകത്ത് കുറേ കാര്യങ്ങൾ അബ്സോർബ് ചെയ്ത് നമ്മൾ പുതിയ കാര്യങ്ങളിൽ മുമ്പ് അതാ പറഞ്ഞത്. ഇപ്പം നമ്മൾ സർജറി ഇല്ലാതെ എങ്ങനെ യൂട്രസ് ആൻഡ് ഓവേറിയൻ ഡിസീസസ്, അത് ലോകം മുഴുവനുമായിട്ട് നടക്കുന്ന കാര്യങ്ങളോട്ട് എന്നും അപ്ഡേറ്റഡ് ആയിരിക്കണം. അതാണ് ഗൈനക്കോളജി. ഇല്ലെങ്കിൽ നമുക്കൊരു എഴുന്നേറ്റം നമ്മുടെ പെണ്ണുങ്ങൾക്ക് വരുവേയില്ല. എന്നും അവരുടെ വിചാരം 2 സിസേറിയൻ ചെയ്യണം, ഒരു യൂട്രസ് എടുത്ത് മാറ്റണം, അതോടെ ജീവിതം തീരണം. ദിസ് ഇസ് വാട്ട് ദിസ് ലേഡീസ് ആർ നൗ തിങ്കിങ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. വുമൺ ലൈഫ് ക്വാളിറ്റി മാറ്റേഴ്സ്. സോ അഥവാ എടുത്ത് മാറ്റിയാലും ദെൻ അഗെയിൻ യു ഹാവ് എ ചാൻസ്. മെനോപോസൽ ട്രീറ്റ്മെൻറ്റ്, എഗെയിൻ നമ്മുടെ മുട്ട് തേയ്മാനം വരാതിരിക്കാൻ, എല്ല് തേയ്മാനം വരാതിരിക്കാൻ അടുത്തൊരു സർജറി പോയിരിക്കും. വി ആർ ഗിവിങ് ദം. അതേ ഒരു അവസ്ഥയാണ് ഈ PCOD എന്ന് പറയുന്നത്. മാസക്കുള്ളി വരികയില്ല. സി ദർ ഇസ് നോ പീരിയഡ്സ് ഫോർ 6 months 7 months. ദ ഗേൾ ഗോസ് ഫോർ എവ്രി പ്രോബ്ലം. അത് ഇതേപോലെ അതിൻ്റെ അർത്ഥം എന്താ, ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഓവറിയിൽ നിന്ന് എഗ്സ് ഉണ്ടാവുന്നില്ല. എഗ്സ് ഉണ്ടായാൽ മാത്രമേ അത് ഒരു ബീജവുമായിട്ട് ചേർന്നിട്ട് അതിനൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഈ കാര്യം പീരീഡ് വന്നില്ല, കുട്ടിയും ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. കാര്യം എന്ന് വെച്ചാൽ പീരീഡ് വരാത്തത് ചെറിയ പെൺകുട്ടികൾക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. കാര്യം വെച്ചാൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇറിറ്റേറ്റിംഗ് പ്രോസസ്സാണ്. എല്ലാ ആ ഒരു ഏജിൽ അറിയാമല്ലോ. സോ ദേ ഡോണ്ട് നോ ദ ട്രൂത്ത് ഓഫ് ഇറ്റ്. ഇത് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ തന്നിരിക്കുന്നു എന്നുള്ളത് അതൊക്കെ ആക്ച്വലി നമ്മളെ സ്റ്റഡീസിൽ വരേണ്ടതാണ്, എഡ്യൂക്കേഷനിൽ. സോ എഡ്യൂക്കേഷൻ ഹാസ് നത്തിങ് ലൈക്ക് ദിസ് സെക്ഷൽ ഹെൽത്തിനെ പറ്റിയോ മെൻസ്ട്രൽ ഹെൽത്തോ, അല്ലെങ്കിൽ അവർ ചില ടീച്ചേഴ്സ് ആ പേജ് പോലും സ്കിപ്പ് ചെയ്ത് പോകുന്ന പറയുന്നത്, റീപ്രൊഡക്ഷൻ എന്നുള്ള പേജ്. സോ ദിസ് ഇസ് നോട്ട് ഡൺ. ആക്ച്വലി PCOD എന്ന് പറയുന്നത് ഇങ്ങനെ വരുള്ളൂ. കൊച്ചിൻ്റെ വെയിറ്റ് അതിപ്പോൾ സ്കാനിൽ കണ്ടാലും ഇല്ലെങ്കിലും ബി ഷുവർ കുട്ടിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു, മുഖത്ത് മുടി വളർച്ച വരുന്നു, മുഖക്കുരു. ഈ ബ്യൂട്ടി പാർട്ടൊക്കെ അവർ പോയി ട്രീറ്റ് ചെയ്യും, സ്കിൻ ഡോക്ടേഴ്സിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ ദ മെയിൻ പ്രോബ്ലം ഈസ് ഇൻസൈഡ്. അതായത് ഓവറി അഥവാ അണ്ടാശയം ഈസ് നോട്ട് ഫങ്ഷനിങ്. സോ സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞ് ആ കുട്ടിയിൽ ഇല്ലാണ്ടാവുന്നു. പകരം പുരുഷ ഹോർമോണുകൾ, വേണ്ടാത്ത പുരുഷ ഹോർമോണുകൾ മുകളിലോട്ട് വരുന്നു. അതാണ് ഈ മീശ, ഇത് മുടി പൊഴിച്ചിൽ, താരൻ. സോ യു ക്യാൻ ദീസ് ആർ ഓൾ ദ തിങ്സ് ദേ നോട്ടീസ്. വാട്ട് വി നോട്ടീസ് ഇസ് അകത്ത് വി ക്യാൻ സീ ദാറ്റ് നോ eggs are formed just because സ്ത്രീ ഹോർമോണുകളില്ല. 10-14 സ്ത്രീ ഹോർമോണുകളുണ്ട്, അതിൽ 2-3 പോയി. അത് അതിൻ്റെ ബാലൻസ് പോയി താഴോട്ട് പോയി. ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം ഓക്കെ. സോ ദിസ് ഇസ് PCOD. സോ ഈ PCOD എന്ന് പറയുന്നത് സ്കാനിൽ കണ്ടില്ല, അതുകൊണ്ട് 5 മാസം പീരീഡ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. സ്കാനിലില്ലല്ലോ. സോ സ്കാൻ കനോട്ട് ഷോ എവറിത്തിങ്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ എല്ലാം കാണില്ല. ബിക്കോസ് കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് വയർ വഴി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രയാസമായിരിക്കും. പിന്നെയും കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നത് മാരീഡ് ലേഡീസിന് ഇൻറ്റേർണൽ സ്കാൻ, വെജൈനൽ സ്കാൻ ചെയ്യാൻ പറ്റും. കുറച്ചെങ്കിലും നമ്മുടെ ഓർഗൻസിൻ്റെ, ഫീമെയിൽ ഓർഗൻസിൻ്റെ അടുത്തേക്ക് പോകും. സോ പിന്നെയും എന്തെങ്കിലും കണ്ടെന്ന് വരും. ഓവറിയൊക്കെ കാണാൻ വളരെ പ്രയാസമാണ് അൾട്രാസൗണ്ടിൽ. ഇറ്റ് ഈസ് നോട്ട് ദ ഡോക്ടേഴ്സ് പ്രോബ്ലം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ചെറിയ റെസൊല്യൂഷനുള്ള 1000 രൂപ കൊടുത്ത് ചെയ്യുന്ന ഒരു സ്കാനാണ്. ചെറിയ റെസൊല്യൂഷനേ ഉള്ളൂ. അതാ ശരീരമായിട്ട് തൊട്ട് നിൽക്കുന്ന രീതിയിൽ അവർ പ്രോബ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ടു ഗോ ഇൻസൈഡ്. ദ പ്രോബ് ഹാസ് ടു കം സോ ക്ലോസ് ടു ദ ബോഡി. അതേസമയം ഇപ്പോൾ MRI, CT ഒക്കെ നമ്മളെങ്ങനെ ചെയ്യും? ഇറ്റ് കംസ് ഫ്രം അബവ്. MRI എവിടെ നിന്നാണ് വരുന്നത്? മുകളിൽ എവിടെയോ ഇരിക്കുന്നു സ്കാൻ. ഇറ്റ് ക്യാൻ ക്യാച്ച് അപ്പ് എവ്രി ഫോട്ടോഗ്രാഫ് ഓഫ് യോഴ്സ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. സോ കുറച്ച് രൂപയെ മുകളിലോട്ടാവുള്ളൂ. ബട്ട് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിച്ച് തന്നെ ആകണം. ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ, ദെൻ യു ഹാവ് ദ ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ് വിൽ പ്രോപ്പർലി സേ. അതിലും ചിലപ്പം അപ്പ് ആൻഡ് ഡൗൺ ഹിച്ചസ് വരാം. സോ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വിൽ ഹാവ് ടു സ്പെൻഡ് എ ലിറ്റിൽ ബിറ്റ് മോർ, മേ ബി 5,000 to 7,000 on a girl to see what is happening to her.
സോ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഹെവി പെയിൻ വരുന്ന സംഭവം ചിലപ്പം കുട്ടികളിൽ ഒന്നുമേ ഇല്ലയെന്ന് തന്നെ സ്കാൻ കാണിക്കും. കാര്യം വെച്ചാൽ ചെറിയ ചെറിയ രക്തക്കട്ടകൾ, ബിക്കോസ് ബ്ലഡ് ക്ലോട്ട്സ് ഇൻസൈഡ് ദ യൂട്രസ് ആൻഡ് ഓവറി ഓർ ഇൻസൈഡ് ദ അബ്ഡമൻ, അതായത് പെൽവിസിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ കിടക്കും. ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി പ്രോബ്ലമാറ്റിക്. PCOD പ്രശ്നമാണ്. PCOD കുറച്ച് വെയിറ്റൊക്കെ കുറച്ച് കറക്റ്റ് നമ്മൾ അതിനുള്ള മെഡിക്കേഷൻ കൊടുത്ത് ബാലൻസ് ചെയ്താൽ PCOD ക്യാൻ ബി ട്രീറ്റഡ്. കുറച്ചും കൂടെ മരുന്ന് കൊണ്ട് നമുക്ക് ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാം. കുട്ടിയെ മോണിറ്റർ ചെയ്ത് വെയിറ്റ് എങ്ങനെ കുറയ്ക്കണം എന്നുള്ളതും കൂടെ പറഞ്ഞു, പോയി വെയിറ്റ് കുറച്ചിട്ട് വാന്ന് പറയുന്നതാണ് ഇവിടുത്തെ രീതി. ദറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ്. അത് പറയുന്ന ആൾക്ക് അതാ പറഞ്ഞത്, നമ്മൾ ഗൈനക്ക് എടുത്ത് ആ ഗൈനക്കിൽ കംപ്ലീറ്റ്ലി യു ഷുഡ് പുട്ട് യുവർ ഹാർട്ട് ഇൻ ടു ഇറ്റ്. എന്നാലേ ആ കുട്ടിയുടെ അടുത്ത് ഈ രീതിയിലാണ് വെയിറ്റ് കൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്. ആ ന്യൂട്രീഷണൽ കൗൺസിലിങ്ങും കൂടെ കൊടുക്കാൻ നമുക്ക് അറിയണം. ദറ്റ് ഈസ് ഹൗ യു ഹാവ് ടു ട്രീറ്റ് PCOD. നല്ല വേദന വരുമ്പോൾ അമ്മയും അച്ഛനും ചെയ്യേണ്ടത് വീട്ടിൽ കൊണ്ടുപോയി ഈ വേദന കുറയാനുള്ള ഇഞ്ചക്ഷനും മരുന്നും കൊടുക്കലല്ല. നെക്സ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ആരെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ, ഇൻഫെർട്ടിലിറ്റി ചെയ്യുന്നവർ മിക്കവാറും ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ അങ്ങനെ ഉള്ളവരെടുത്ത് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ അറ്റ്ലീസ്റ്റ് ഫൈൻഡ് ഔട്ട് ഇത് എന്തോ ആണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന്. സോ അതിന് പക്ക ട്രീറ്റ്മെൻറ്റ് ഉള്ളതാണ്. കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്തിട്ടേ കല്യാണം എന്നുള്ള കാര്യത്തിനൊക്കെ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഈ PCODയേക്കാളും വേസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഈ എൻഡോമെട്രിയോസാണ്. പിന്നെ ഈ PCODയൊക്കെ സിമ്പിളായിട്ട് അഥവാ ഉണ്ടെങ്കിൽ തന്നെ സിസ്റ്റുകൾ കുറച്ച് വലിയ സൈസ് ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ഈസിലി പങ്ക്ചർ ചെയ്തിട്ട്, മോസ്റ്റ് ഓഫ് മൈ എക്സ്പീരിയൻസ് വിതിൻ 1 year വി ഗെറ്റ് ചിൽഡ്രൻ. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ മെയിൽസിനെയും ഈക്വലി അവരുടെ 3 months ഒരിക്കൽ ചെക്ക് ചെയ്യാതെ അവർക്കും കൊടുത്തോണ്ട് തന്നെ ഇരിക്കും. അവർക്കും സെമൻ്റെ ഗുഡ്നെസ്സിന് വേണ്ടിയിട്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട് ദേ ഓൾസോ നീഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻഫെക്ഷൻ ആൻഡ് ഗെറ്റിംഗ് ബെറ്റർമെൻറ്റ് ഓഫ് സെമൻ. ദേ ആർ നോട്ട് 100% നോർമലായിട്ടല്ല ജനിപ്പിച്ചു വിടുന്നത് ആരെയും. Everybody has problems. So 50% on the male, 50% on the female. That is called infertility. Don't think you are superhuman and you don't have any problem. നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കണമെങ്കിലും എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ 80% കുറവായിരിക്കും നമ്മുടെയൊക്കെ ഹെൽത്ത് ലെവൽ. സോ ഇതേ തന്നെ ഇറ്റ് അപ്ലൈസ് ടു ഇൻഫെർട്ടിലിറ്റി. എല്ലാം കൊണ്ട് പെൺകുട്ടിയുടെ തലയിൽ വെക്കണ്ട, ക്രൂശിൽ കയറ്റണ്ട എന്നർത്ഥം. ഡോണ്ട് ഗിവ് ഹെർ എ ഗുഡ് ദുഃഖ വെള്ളിയാഴ്ച ഫോർ എവറി ഗേൾ ഹു ഡസൻറ്റ് ഹാവ് എ ചൈൽഡ് ഇമ്മീഡിയറ്റ്ലി. She is not the only cause. The cause can be the male also. So രണ്ടുപേരെയും ടെസ്റ്റ് ചെയ്യുക. So please you women stand for women. That is all I can say. അമ്മ തന്നെ പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കണം. അമ്മ തന്നെ നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിൽക്കണം. അവളുടെ വേദനയെ കുറയ്ക്കാൻ മാത്രമല്ല, അവളുടെ വേദന എന്തെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ. അതേപോലെ പ്ലീസ് യു മദേഴ്സ് സ്റ്റാൻഡ് ഫോർ യുവർ ഗേൾ ചിൽഡ്രൻ. ഓൺലി ദെൻ ഷീ വിൽ നോട്ട് സഫർ ഇൻ ഹെർ ലൈഫ് ഫർദർ. സോ a woman for woman, that only will help in this case. അല്ലെങ്കിൽ ഇനിയും മുക്കിനും മൂലയ്ക്കും IVF സെൻറ്റേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന പൈസ മുഴുവനും കൊണ്ടുപോയി അവിടെ കൊടുക്കേണ്ടി വരും. ഒരു കുഞ്ഞുണ്ടാവാന്ന് പറയുന്നത് ഒരു ഇൻകം ഉണ്ടാക്കി ചെലവ് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് മാറും, സിമ്പിൾ സംഭവം. അതേപോലെ കുട്ടിയൊക്കെ ആദ്യമേ മുതൽ ഈ ജങ്ക് ഫുഡ് കുറച്ചിട്ട് ദയവ് ചെയ്ത് നോർമൽ ഫുഡിലേക്ക് വരിക. സാധാരണ കേരളീയരുടെ food with the fruits and vegetables like over. That's all I can say. So have a great Easter and Good Friday wishes too. So nothing is constant, not even your worries. Okay. So happy Easter. Feel the moments with Dr. Sweety ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. Thank you.